Kalyan Jewelers celebrating 200 showrooms. Visit now for exciting offers. 2024 മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ ഫിലിം മേക്കേഴ്സാണ് ക്യൂ സ്റ്റുഡിയോ റൗണ്ട് ടേബിളിൽ. People like to get scared. So ഞാനത് യൂട്ടിലൈസ് ചെയ്യുന്നു, എക്സ്പ്ലോറിങ് മോർ ഓൺ അങ്ങനത്തെ കുറേ ഏരിയയിലുള്ള ഫിലിംസ് ചെയ്യാണ്. ലാസ്റ്റ് ഇളയരാജയുടെ പാട്ട് വരുമ്പോഴുള്ള ഒരു എന്താ പറയുക, ഒരു റിട്രോ, ഒരു എന്താ നൊസ്റ്റാൾജി, അതിലാണ് നമ്മൾ ക്യാഷ് ഇൻ ചെയ്യുന്നത്. അപ്പോൾ അത് ദാറ്റ് വർക്ക്. ലാസ്റ്റ് അമീർ ഖാൻ ഇൻവിറ്റേഷനിൽ പോകുമ്പോഴാണ് ഞാൻ ഇവരെല്ലാം മീറ്റ് ചെയ്തു. പല പ്രൊഡക്ഷൻ ഹൗസ്, പല എഡിറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, റീമേക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ്. ഇവരൊക്കെ പറയുന്നത് എവറി ഫ്രൈഡേയിൽ തേഴ്സ്ഡേ നൈറ്റ് അവർ വെയിറ്റ് ചെയ്യണം ഒരു മലയാളം പടം OTT വരുമ്പോൾ. അവർ രാവിലെ ഓഫീസിൽ വന്നിട്ട് ഫസ്റ്റ് ചെയ്യുന്ന ജോലി ആ സിനിമ കാണുക എന്നുള്ള. ഇൻഫാക്ട് ആട്ടത്തിന്റെ അവസാനത്തെ 20 മിനിറ്റ് അഞ്ജലി അവിടെ വീട്ടിൽ വന്ന ശേഷം ക്ലൈമാക്സ് വരെയുള്ള ഡയലോഗ്സ് എല്ലാം ഓൺ സെറ്റായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം വൈകുന്നേരം 11 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഇരുന്ന് എഴുതി രാവിലെ പോയിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഭയങ്കരമായ പ്രഷറുണ്ട്. ഷൂട്ട് നിർത്തി എഴുതേണ്ടി വന്നിട്ടുണ്ട്. പ്രഷറുണ്ട്, പക്ഷെ ആ പ്രഷറിൻ്റെ അതേ സമയം ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ഹൈ ഉണ്ട്. ഈ എഴുതുന്ന സമയത്തും സ്ക്രിപ്റ്റും ഒരു ഉർവശിയും പാർവതിയും പോലെ ആക്ടേഴ്സ് വന്നാലേ ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാമായിരുന്നു. കിഷ്കിന്ധ ഗണം പോലെ ഒരു മൂവി ഓണത്തിന് ഇറങ്ങുന്ന പറഞ്ഞാൽ എപ്പോഴും ഫെസ്റ്റിവൽ മൂഡിലുള്ള ആൾക്കാർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളെ മൂവി ഇറക്കുക, അത് ഹിറ്റാക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് എനിക്കൊന്ന് ഭയങ്കര ഒരു വേറിട്ടൊരു സുഖം തോന്നുന്നു. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ന്യൂസ് പേപ്പറിലൊരു വാർത്ത കണ്ടത്, പോലീസിന്റെ സൂക്ഷ്മദർശിനിയിൽ മറ്റൊരു കള്ളക്കടത്താരെ പിടിച്ചു എന്നുള്ള. അപ്പം അങ്ങനെ ആൾക്കാർ അതിനെ യൂസ് ചെയ്യുന്ന ഒബ്സർവേഷന്. അപ്പം വേറെ ആൾക്കാർ പറയുന്ന ഒബ്സർവേഷന് സൂക്ഷ്മദർശിനി മോഡൽ കൊല. രഞ്ജിത്ത് അയ്യത്താൻ കിഷ്കിന്ധ കാണ്ഡത്തിൻ്റെ സംവിധായകൻ, ചിദംബരം മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ, ജിതിൻ MC സൂക്ഷ്മദർശിനിയുടെ സംവിധായകൻ, ക്രിസ്റ്റോ ടോമി ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്ത, വിപിൻ ദാസ് ഈ വർഷത്തെ ഗുരുവായൂർ അമ്പലനടയിൽ സംവിധാനവും വാഴയുടെ രചയിതാവും നിർമ്മാതാവുമാണ്. ആനന്ദ് ഏകർഷി ആട്ടം എന്ന ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമയുടെ സംവിധായകൻ. ഒപ്പം രാഹുൽ സദാശിവൻ ഭ്രമയുഗത്തിൻ്റെ സംവിധായകൻ. നമ്മളിപ്പോൾ ഈ കടുപ്പത്തുള്ള സംസാരത്തിൽ നമ്മൾ വളരെ ലൈറ്റർ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, ചിദംബരമാണ് ഇതിൻ്റെ ഒരു തുടക്കത്തിലുള്ള സിനിമകളിലൊന്നും ഉണ്ടായിരുന്നത്. 2024 നമ്മൾ 2 ഘട്ടത്തിലായിട്ട് സംസാരിച്ചപ്പോൾ, റിലീസിന് തലേയൊന്നും പിന്നെ സംസാരിച്ച് പറഞ്ഞിരുന്നു, ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് കമൽ സാറിനെ കാണുക എന്നുള്ളതാണ്. സത്യത്തിൽ അതൊരു ആഗ്രഹമായിട്ട് പറയുന്നതാണ്. അത് യാഥാർത്ഥ്യമാവും. അവിടെ നിന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ട്രാവൽ തുടങ്ങാം. കേരളത്തിൽ അത്ര കണ്ട് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ ഒരു ഗ്രാൻഡ് സക്സസ് ലെവലിലേക്ക് ഓണായി തുടങ്ങിയിട്ടില്ലാത്ത സിനിമ ഈ വർഷത്തിൽ 2024 തന്നെ ഏറ്റവും വലിയ മലയാളം സിനിമയുടെ ബോക്സ് ഓഫീസ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നൊരു പടമായിട്ട് മാറുകയാണ്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ജേണി ആയിരുന്നു ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ. അല്ല, റിലാക്സ്ഡ് ആയിട്ടുള്ള ജേണി ആയിരുന്നില്ല ഒരിക്കലും. ഫ്രം ദ പടം ഉണ്ടാക്കുക, എഴുതുക, പിന്നെ ദെൻ ഷൂട്ടിങ് ഇറ്റ്, പിന്നെ അത് ദെൻ ദ ഹോൾ അതർ ഗെയിം ഓഫ് ഡിസ്ട്രിബ്യൂട്ടിങ് ഇറ്റ് ആൻഡ് ലൈക്ക് അത് ഇറ്റ് വാസ് നോട്ട് എൻ ഈസി ജേണി അറ്റ് ഓൾ. ലൈക്ക് എനി അതർ ഫിലിം, ഇറ്റ് വാസ് നോട്ട് എ ഈസി ജേണി. രാഹുലിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ ജോണർ സ്പെസിഫിക് ആയിട്ടുള്ള പടങ്ങൾ മലയാളത്തിൽ കുറവാണ്. എന്നാൽ ഈ അടുത്ത് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ എല്ലാ ജോണറും എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ കാണാം. ഭ്രമയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ സിനിമയാണ്. ഒന്ന് OTT ഡിഫൈൻ ചെയ്തൊരു സിനിമയായിട്ടായിരുന്നു തൊട്ട് മുമ്പത്തെ വന്നത്. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചർച്ചപ്പെടാത്ത പോലത്തെ സിനിമ. 3ാമത്തെ സിനിമയെന്നാണ് ശരിക്ക് രാഹുലിനെ കൂടുതൽ പേര് അറിയുന്നത്. എന്താണ് ഈ ഒരു ഭ്രമയുഗത്തിൻ്റെ ടേക്ക് അവേയും ഇമ്പാക്റ്റും? അല്ല, ജോൺറ സ്പെസിഫിക് ഫിലിംസ് അതിനൊരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട്. അതിൽ കുറേയൊക്കെ ഫിക്ഷണൽ വേൾഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റി ഉള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. ആൾക്കാർക്ക് പേടിക്കാനും ഈ പറയുന്ന ഒരു കോമഡിമാരെ തന്നെ പീപ്പിൾ ലൈക്ക് ടു ഗെറ്റ് സ്കെയർഡ്. സോ ഞാനത് യൂട്ടിലൈസ് ചെയ്യുന്നു, എക്സ്പ്ലോറിങ് മോർ ഓൺ അങ്ങനത്തെ കുറേ ഏരിയയിലുള്ള ഫിലിംസ് ചെയ്യാനാണ്. ബട്ട് യാ, എല്ലാം ഇപ്പോൾ ഒരേ പാറ്റേണിലാണ്
my last 3 films, but I don't know, maybe future maybe I'll break that pattern. ഹൊററിന്ന് പുറത്തെടുക്കണത് അല്ലേ? ഹൊററിൽ കുറേ സ്റ്റോറീസ് ഉണ്ട് പറയാൻ, ബട്ട് പക്ഷെ എനിക്ക് അതേമാതിരി റൊമാൻറ്റിക് ഫിലിംസ് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെയും കുറച്ച് കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പത്തേക്ക് എല്ലാവരും ഉണ്ട്. തൽക്കാലം ഹൊററിൽ ബാക്കി എല്ലാത്തിനും ആളുകൾ കണക്കൊപ്പിച്ച് ബാക്കി എല്ലാത്തിനും ആൾക്കാരുണ്ട്. അപ്പൊ സേഫ് ആയിട്ട് ഹൊറർ മാത്രം ഇപ്പൊ ചെയ്യാതെ വെച്ചു. ആനന്ദിന്റെ ട്രാവലിൽ ശരിക്കും ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, തിയേറ്റർ ഉണ്ട്, അങ്ങനെ ഒരു ടൈമാണ് ഇത്. നിങ്ങൾക്കൊരു ആട്ടം ഒരു കളക്റ്റീവ് കൂടിയാണ്. ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളുടെ ഒരു ഗാദറിംഗ് ഉണ്ട്, ഒരു കളക്റ്റീവിന്റെ സിനിമയായിരുന്നു. പക്ഷെ ആട്ടം ഒരു നാഷണലി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു, രാജ്യത്തെ തന്നെ മികച്ച സിനിമയാവുന്നു. 2 തരം ജേണി ഉണ്ടല്ലോ, ഒരു ഫെസ്റ്റിവൽ ത്രൂ ജേണി ഉണ്ട്, തിയേറ്റർ ജേണി ഉണ്ട്. ആട്ടം ജനുവരി റിലീസ് ചെയ്ത പടമായിരുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തൊട്ടടുത്ത വർഷത്തെ ജനുവരിയാണ്. എന്താണ് ആട്ടം തന്ന സന്തോഷവും ആഹ്ലാദവും? ആട്ടം ഒരു ഭയങ്കരമായിട്ടുള്ള ജേണി തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ജേണിയാണ് ബൈ ആൻഡ് ലാർജ്. കാരണം ഈ പറഞ്ഞ ഈ സൗഹൃദത്തിൽ നിന്ന് വളരെ വളരെ പെട്ടെന്ന് വിനയുടെ ഒരു സജഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വളരെ ചെറിയ സിനിമ, ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ്, ഇൻ ടേംസ് ഓഫ് എന്താ പറയുന്നത്, അതിൻ്റെ ഒരു സ്കെയിലബിലിറ്റി എല്ലാം കൊണ്ടും നമ്മൾ ഇങ്ങനെ എത്തും എന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെ അവിടുന്ന് തുടങ്ങി അത് ഓരോ സ്റ്റേജുകളിലൂടെ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ 1 വർഷം നമ്മൾ ഫെസ്റ്റിവൽ റൺ കീപ്പ് ചെയ്തു. ആ 1 വർഷം ഓൾമോസ്റ്റ് 8 മാസവും മേജർ നമ്മൾ ആഗ്രഹിച്ച ഫെസ്റ്റിവൽസിൽ നിന്നും കോൾ വന്നില്ല. പിന്നെ സഡൻലി ഈ പടം ഒരാൾ പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. നമ്രത ജോഷി എന്ന് പറഞ്ഞ ഒരാൾ ഗോവയിൽ വെച്ച് കണ്ടിട്ട് ആ പടം പിക്ക് ചെയ്യണം. അവിടെ നിന്നാണ് അതിൻ്റെ ഒരു വിധി മാറുന്നത്. സഡൻലി അത് ലോസ് ആഞ്ചലസിലെ ഫെസ്റ്റിവലിൽ പോകുന്നു. അവിടെ ബെസ്റ്റ് ഫിലിം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി ഫെസ്റ്റിവൽസിൽ നിന്നൊക്കെ വിളി വരുന്നു. നമുക്ക് ഇപ്പോൾ ഏറ്റവും മെയിൻലി ഇഫിയുടെ ഓപ്പണിംഗ് ഫിലിമായിട്ട് പനോരമ, അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ജേർണി കഴിഞ്ഞ് IFFK കഴിഞ്ഞ് നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ച പോലെ IFFKയിൽ ഭയങ്കരമായ തിരക്ക്, ഭയങ്കര ആള്, ബഹളം, പോലീസ്, അടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ ഇമ്പാക്റ്റ് ആയിരിക്കും തിയേറ്ററിൽ. പോലീസ് തിയേറ്ററിൽ അപ്പോൾ അവസാനം തിയേറ്ററിൽ ഞാൻ ആഗ്രഹിച്ച പോലെ അതിനെ കളക്ട് ചെയ്തില്ല. പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് ഡു ബാഡ് ഇത്. അപ്പോൾ അങ്ങനെ പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ച പോലെ വർക്ക് ആയില്ല. ബട്ട് OTTയിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായൊരു സർജ് ഉണ്ടായി. അപ്പോഴാണ് ഒരു തൃപ്തി ഉണ്ടായത്. പിന്നെ ആ നാഷണൽ റെക്കഗ്നിഷൻ വന്നപ്പോൾ എസ്പെഷ്യലി നമുക്കൊരു 3 മേജർ അവാർഡ്സ് കിട്ടുക. എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും തൃപ്തിപ്പെടുത്തിയിരിക്കുന്ന അതിൻ്റെ അവാർഡ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ അവാർഡാണ്, മഹേഷിന് കിട്ടി. അപ്പോൾ അത് ഉൾപ്പെടെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സിനിമ ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട്. ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇട്ടാൽ ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട്, അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു റെലവൻസും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ആളുകളുടെ റെസ്പോൺസ് ഒരു ഫിനോമിനൽ ജേർണി തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വിപിൻ ദാസിൻ്റെയും ഒരു വിജയത്തുടർച്ച, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹാട്രിക് ഇതിലേക്ക് പോകുന്ന പോലത്തെ ഒരു വർഷമാണല്ലോ 2024. ഇപ്പം 2024 ഗുരുവായൂരമ്പൽ നടയിലുണ്ട് വലിയൊരു തിയേറ്റർ സക്സസ് ആയിട്ട്. തൊട്ടു പിന്നാലെ വാഴയുടെ റൈറ്റർ, പ്രൊഡ്യൂസറാണ്. എന്താണ് 2024 വന്നത്? 2024 ഈ പറഞ്ഞ പോലെ 2023 സ്റ്റക്കായിരുന്നു. പടം ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഷൂട്ടുകളായിരുന്നു, 2ൻ്റെയും ഷൂട്ട് നടക്കുമായിരുന്നു, ഗുരുവായൂരിൻ്റെയും വാഴയുടെ. അപ്പം ആ വർഷം റിലീസൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത വർഷം ഇത് 2 കൂടെ ഒരുമിച്ച് റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊരു 6 മാസത്തെ ഗ്യാപ്പ് പ്രതീക്ഷിച്ചു. പക്ഷേ ഏപ്രിലിൽ നിന്ന് ഗുരുവായൂർ മെയിലോട്ട് പോയി. മറ്റത് ഒരുപാട് തള്ളാനും പറ്റില്ലായിരുന്നു, വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതൊരു 1.5-2 മാസത്തെ ഗ്യാപ്പിൽ 2 മൂവീസ് ഇറങ്ങുന്നൊരു ഹെക്റ്റിക് ഓട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് 2ഉം സക്സസ് നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫുൾ കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ആഫ്റ്റർ ഒരു നവംബറാണ് നമ്മളൊന്ന് സ്റ്റഡി ആവുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു ഇയറായിരുന്നു കടന്നു പോയത്. അതിനകത്ത് ഏറ്റവും സക്സസ്ഫുൾ ഇയറായിട്ടും മാർക്ക് ചെയ്തത് ഹാപ്പി ആയിട്ട് തോന്നുന്നു. ക്രിസ്റ്റോയുടെ കാര്യത്തിൽ, ക്രിസ്റ്റോയുടെ കാമുകി കണ്ടവരെല്ലാം, ഇപ്പം ഞാൻ ഉൾപ്പെടെ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓഡിയൻസ് എല്ലാം തന്നെ ക്രിസ്റ്റോയെ എന്ന് ഫീച്ചർ ചെയ്യും എന്ന് കാത്തിരുന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിസ്ഥാൻ്റെയൊക്കെ അവാർഡ് കിട്ടിയ സമയത്തും ക്രിസ്റ്റോയുടെ ഡെബ്യൂ ഫീച്ചർ, ഈ ചങ്ങാതി എന്തിങ്ങനെ വൈകി കളിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്താണ് ഉള്ളൊഴുക്ക് വരുന്നത്. ഉള്ളൊഴുക്ക് ഒരു തിയേറ്ററിക്കൽ ഡിസൈനിലല്ലാത്ത പടമായിട്ട് പോലും തിയേറ്ററിൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നു, ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കിട്ടുന്നു, ഒരു പാൻ ഇന്ത്യൻ ഡിസ്കഷൻ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ വൈകി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു സുഹൃത്ത് വലയത്തിലും പിന്നെ ക്രിസ്റ്റോയെ കാത്തിരിക്കുന്നവരും കുറച്ച് വൈകി വന്ന ഒരാൾ എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്ത വർഷമല്ലേ 2024? എങ്ങനെയാണത്? അതെ, ഈ വൈകിൽ ഞാൻ ഒട്ടും ആഗ്രഹിച്ചൊരു കാര്യമില്ല. ഞാൻ 2016 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ടായിട്ട് സിനിമ എഴുതാൻ തുടങ്ങുന്നത്. അന്ന് നമ്മൾ വിചാരിക്കുന്നത് 2 വർഷത്തിനുള്ളിൽ സിനിമ എഴുതി റിലീസ് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്.
പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇത് വൈകിപ്പോയതാണ്. കോവിഡ് ഒരു ഫാക്ടറായി. അതുപോലെ തന്നെ ഫീമെയിൽ ആയിട്ടുള്ള സിനിമ എങ്ങനെ മൗണ്ട് ചെയ്യാൻ പറ്റും, ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമ, അതേസമയം ഒരു ബഡ്ജറ്റ് ആവശ്യമുള്ളൊരു സിനിമയാണ്, വെള്ളപ്പൊക്കമുണ്ട്, അപ്പം പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആവശ്യമുള്ളൊരു സിനിമയാണ്, വളരെ ചെറിയ രീതിയിൽ ചെയ്യാനും പറ്റില്ല. അങ്ങനെ അതിൻ്റെ ഫണ്ടിങ് കാര്യങ്ങൾക്ക് ഒരുപാട് സമയമെടുത്തു, കാസ്റ്റിംഗ് കാര്യങ്ങൾക്കും കുറച്ചധികം സമയമെടുത്തു. കോവിഡ് വീണ്ടും ഒരു കാരണമായത് വായിക്കാനായിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്ത് പോലില്ലായിരിക്കും എന്ന് വിചാരിച്ച ഒരുപാട് ടൈം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ അന്ന് ആ സമയത്തുണ്ടായിരുന്ന വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ, വേറെ എന്തെങ്കിലും എഴുതൂ എന്നൊക്കെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ പാർവതി അതിലേക്ക് വരികയും RCP ഒക്കെ വരികയും ചെയ്തതിന് ശേഷം സിനിമ കുറച്ചുകൂടെ വേഗത്തിൽ നടന്നു. അപ്പം എനിക്കൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ കറിയൻ സൈനൈഡ് ചെയ്യാൻ പറ്റി. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 2022 തൊട്ട് ഈ 2 ഫിലിംസിൻ്റെയും വർക്ക് പാരലലി നടക്കുന്ന കാരണം ഒരു ഫിലിം സ്റ്റക്കാകുമ്പോൾ പോകാൻ വേറൊരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു. കറിയൻ സൈനൈഡ് 23 അവസാനമാണ് റിലീസ് ചെയ്യുന്നത്. അതിന് 6 മാസത്തിന് ശേഷമാണ് ഉള്ളൊഴുക്ക് റിലീസാവുന്നത്. അപ്പം അത് ഈ വർഷം ഒരു സ്പെഷ്യൽ വർഷമായിട്ട് എനിക്ക് അതെ അതെ അത് കറിയൻ സൈനൈഡ് റിലീസായത് നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ ഒരു മൊമെൻ്റത്തിലാണ് നമ്മൾ ഇതും റിലീസ് ചെയ്യുന്നത്. അപ്പം വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു വർഷമായിരുന്നു. 8 വർഷത്തിൻ്റെ ഒരു ഹാർഡ് വർക്ക് ഒരു റിസൾട്ട് കാണുന്ന ഒരു വർഷമായതുകൊണ്ട് ഇത് 24 ഭയങ്കര സ്പെഷ്യലായിരുന്നു. എംസിക്ക് അല്ല, ജിതിനും ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ ആഗ്രഹിക്കുന്ന ഒരു ഉയരത്തിലോ അതിൻ്റെ വിജയത്തിലോ എത്തിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു നിരാശ നമ്മൾ ഓൾറെഡി ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു തിയേറ്റർ ഉണ്ടായിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാണ് സൂക്ഷ്മദർശിനി വരുന്നത്. എന്താണ് ഈ സൂക്ഷ്മദർശിനി തന്നൊരു ഹാപ്പിനെസ്സും അതിൻ്റെ ഒരു ടേക്ക് അവേ ഒക്കെ ഇപ്പോൾ പറയാൻ പറ്റുന്നത്? ടേക്ക് അവേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ന്യൂസ് പേപ്പറിലൊരു വാർത്ത കണ്ടത്, പോലീസിന്റെ സൂക്ഷ്മദർശിനിയിൽ മറ്റൊരു കള്ളക്കടത്താരെ പിടിച്ചു എന്നുള്ള. അപ്പം അങ്ങനെ ആൾക്കാർ അതിനെ യൂസ് ചെയ്യുന്ന ഒബ്സർവേഷന്. അപ്പം വേറെ ആൾക്കാർ പറയുന്നത് സൂക്ഷ്മദർശിനി മോഡൽ കൊലയ്ക്ക് അപ്പുറത്തേക്ക് ഒബ്സർവേഷൻ എന്റെ വീട്ടിലും ആ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് ആളുകളിലേക്ക് എത്തിന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നിയൊരു തോട്ട് എന്റെ അമ്മ അങ്ങനെയായിരുന്നു എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഞാൻ ആക്ച്വലി സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഇതുണ്ടെന്നുള്ള റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സർവൈവൽ ഇന്റലിജൻസ് കൂടുതലാണ് എന്നൊക്കെ മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ഇപ്പം വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരൊക്കെ എൻ്റെ വീട്ടിലെ സൂക്ഷ്മദർശിനി ഉണ്ട്. അങ്ങനെ ഒരു ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അത് ഹാപ്പിനെസ് ആണ് ആക്ച്വലി. അതങ്ങനെ നിലനിൽക്കുന്നൊരു തോന്നലുണ്ട് അങ്ങനെ ഒരു സേയിങ് നല്ല രീതിയിൽ. ദിജിത്ത്, കിഷ്കിന്ധാകാന്ഡം എനിക്കും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ്. ഈ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ ജനറേറ്റ് ചെയ്തിട്ടല്ല തിയേറ്ററിലേക്ക് വരുന്നത്. പക്ഷേ തിയേറ്ററിലെത്തുന്ന സമയത്ത് അതിൽ പെർഫോമൻസ്, ഇപ്പം വിജയരാഘവൻ്റെ അപ്പപ്പിള്ളയാണെങ്കിലും ആസിഫ് അലിയുടെ കണ്ണു നനയുന്ന പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും അത് വലിയ ചർച്ചയാണ്. ഇപ്പോഴും അതിൽ ഞാൻ പറഞ്ഞത് അതിലെ ആളുകൾ അതിൻ്റെ ഡീകോഡിങ് പണി അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കിഷ്കിന്ധാകാന്ഡം എവിടെ വരെ എത്തിച്ചു? സെയിം എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ ചിതുവിനോട് ഇതിൻ്റെ ജേണി, എല്ലാവർക്കും അതൊരു പറയാനുണ്ട് കുറേ. അതിൻ്റെ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്. ലൈക്ക് ഇതിൻ്റെ ജേണി ഇപ്പം നമ്മൾ തുടങ്ങിയത് തന്നെ 21 ഇതിൻ്റെ സ്ക്രിപ്റ്റ് വൈസുള്ള. പക്ഷേ അത് നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ 23 ഷൂട്ട് നടന്നത്. 24 നമ്മൾ റിലീസ് ചെയ്തു. അങ്ങനെ റിലീസ് കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ചിട്ട് പോലും ഒരു ഓണം ഒരു ടൈമിൽ നമ്മളൊരു മൂവി ഇറങ്ങുമെന്നുള്ള, അതും നമ്മളെപ്പോലത്തെ ഒരു മൂവി, കിഷ്കിന്ധാകാന്ഡം പോലെ ഒരു മൂവി ഓണത്തിന് ഇറങ്ങുന്ന എന്താ പറയുക, എപ്പോഴും ഫെസ്റ്റിവൽ മൂഡിലുള്ള ആൾക്കാർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളെ മൂവി ഇറക്കുക, അത് ഹിറ്റാക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് എനിക്കൊന്ന് ഭയങ്കര ഒരു വേറിട്ടൊരു സുഖം തോന്നുന്നു. എന്താ പറഞ്ഞാൽ എനിക്ക് അത് ജോബിച്ചേട്ടൻ തന്നെയാണ് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുണ്ടായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് നമുക്ക് ഇറക്കാമെന്നുള്ളൊരു വാശിയായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഓണത്തിന് ഇറക്കുമെന്ന്. അപ്പോൾ ഒബ്വിയസ്ലി അത് ഭയങ്കര ഹാപ്പിനെസ് തന്നു. പിന്നെ ഇപ്പോഴും പല ആൾക്കാരും നമ്മുടെ മൂവീനെ കണ്ടിട്ട് പഴയ KG ജോർജ് സാറിൻ്റെ എല്ലാം ഒരു കമ്പാരിസണിൽ ഓക്കെ അങ്ങനെ അന്നത്തെ കാലത്തുള്ള മൂവി പോലെയാണ് എന്നുള്ള രീതിയിലും സംസാരിക്കുമ്പോൾ, നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ പിന്നെ അത് ഇപ്പോഴും
പല പല പേഴ്സ്പെക്റ്റീവിലുമാണ് അതിനെ സംസാരിക്കപ്പെടുന്നത്. പല പല ഓരോ പേഴ്സ്പെക്റ്റീവിലും ഇങ്ങനെ സംസാരിച്ച് ഇപ്പോൾ ഇതിൽ തന്നെ സീൻസ് വൈസ് തന്നെ നമ്മളെ അജയൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെ അജയനായിരിക്കാം ഈ കാര്യങ്ങളെല്ലാം സ്റ്റേജ് ചെയ്തത് എന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് ഓക്കെ, ആ ചർച്ച തന്നെ നമ്മളെ മൂവിക്ക് ഇനിയും കുറേ കാലത്തോളം അത് നീണ്ടു നിൽക്കും എന്നുള്ളത് സന്തോഷം തന്നെ. നമ്മളെ മൂവി എപ്പോഴും സംസാരിക്കപ്പെടും എന്നുള്ളതൊരു ഭയങ്കര ഹാപ്പിനെസ് തന്നെ. ചിദംബരം, ഇതില്ലേ നമ്മൾ ഇപ്പം ഒരു ജനറൽ ഡിബേറ്റ് പോലെ തന്നെ നമ്മൾ പരസ്പരം ചേർന്ന് സംസാരിച്ചു പോവാണെങ്കിൽ ഒരു ക്രോസ് ഓവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ മലയാളത്തിൽ സിനിമ എടുക്കുന്നു, കേരളത്തിലെ തിയേറ്ററിൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ഓഡിയൻസിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കൈവിട്ടു പോകാന്ന് പറയുന്നത് നെഗറ്റീവാണ്. അല്ല, അവിടെ നിന്ന് ശരിക്ക് മറ്റൊരു ഭാഷയിലേക്ക് പോകുന്നു. ഇപ്പം തമിഴിൽ ഈ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഏറ്റെടുക്കപ്പെട്ട പടം നമ്മുടെ ഒന്നും ഓർമ്മയിലില്ല, മഞ്ഞുമൽ ബോയ്സ് പോലെ. അത് അവരുടെ പടമായിട്ടാണ് മാറുന്നത്. നമ്മളവിടെ പോസ്റ്റർ പോലും മാറ്റി ഒട്ടിച്ചിട്ടുള്ള കണ്ടിട്ടുണ്ട്. അവർക്ക് അവൈലബിൾ ആയ ഡൗൺലോഡ് ചെയ്ത പോസ്റ്റർ മഞ്ഞുമൽ ബോയ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ശരിക്കും ഈ ഒരു ക്രോസ് ഓവർ നമുക്കറിയാം. റീസെന്റ് ഒക്കെ ഒരു പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ഒരു കുംബ്ലിംഗ് നൈറ്റ്സിനൊക്കെ ശേഷം ഒരു പാൻ ഇന്ത്യൻ ഡിസ്കഷൻ മലയാള സിനിമയെ കുറിച്ചുണ്ട്. ഇവിടുത്തെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്, സിനിമ എടുത്ത് പറയപ്പെടുന്നുണ്ട്. അതിനപ്പുറത്ത് തിയേറ്ററിക്കൽ സക്സസ് എന്നുള്ളത് മറ്റൊരു ദേശത്ത് സാധ്യമാവുന്നത് അപൂർവതയാണ്. അത് സംഭവിക്കുന്നുണ്ടല്ലോ മഞ്ഞുമ്മൽ ബോയ്സിനുള്ളത്. മഞ്ഞുമ്മലിന്റെ തമിഴ്നാട്ടിലേക്കുള്ള ഒരു കയറ്റം അല്ലെങ്കിൽ തമിഴ്നാടിന്റെ പിടിച്ചെടുക്കൽ, അത് ശരിക്കും നിങ്ങളുടെ കാഴ്ചയിലോ ആഗ്രഹത്തിലോ ചിന്തയിലൊക്കെ വന്ന സംഗതിയാണോ, അതോ അത് അറിഞ്ഞനുഭവിച്ച് പിന്നീട് അല്ല? അവരുടെ ഫോർ എക്സാമ്പിൾ അതിൽ തമിഴ് കൾച്ചറലി റൂട്ടായിട്ടുള്ള 2 എലമെന്റ്സ് ഉണ്ട്. ഒന്ന് മൂവി ഗുണ, കമൽഹാസൻ തന്നെ ഇളയരാജ സോങ്. അപ്പോൾ അത് എന്തായാലും അവിടെ കണക്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അത് ഇത്രത്തോളം ഒരു വലിയ റീച്ച് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ടു ബി ഫ്രാങ്ക്. പിന്നെ ബേസിക്കലി ദ ഫിലിം ഈസ് അബൌട്ട് സർവൈവൽ. അതിൻ്റെ അതൊരു യൂണിവേഴ്സൽ തീമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഡയലോഗ്സും കുറച്ച് കുറവാണ്. അപ്പം അതുകൊണ്ട് അതൊരു ഭാഷ ഒരു പ്രശ്നമായിട്ട് അതിന് തോന്നില്ല. അങ്ങനെ അത് കയറി പോകുന്നതായിരിക്കും. കാരണം ബിക്കോസ് ഇറ്റ്സ് എ യൂണിവേഴ്സൽ തീം. ഇങ്ങനെ ഒരു കൂട്ടം തലതെറിച്ച ബോയ്സ് എല്ലായിടത്തും ഉണ്ടാവും. സോ I think that really connected with the people. And of course, last ഇളയരാജയുടെ പാട്ട് വരുമ്പോഴുള്ള ഒരു എന്താ പറയുക, ഒരു റിട്രോ ഒരു എന്താ നൊസ്റ്റാൾജി, അതിലാണ് നമ്മൾ ക്യാഷ് ഇൻ ചെയ്യുന്നത്. അപ്പോൾ അത് ദാറ്റ് വർക്ക്. മഞ്ഞുമൽ ബോയ്സ് കൊണ്ട് എല്ലാവർക്കും ഉപകാരമുണ്ടായി. നമ്മുടെ ഇപ്പോൾ കിഷ്കിന്താണ്ടൻ തന്നെ പല ആൾക്കാരെ കണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ മലയാളം പടങ്ങൾ അങ്ങനെ ഇപ്പം തമിഴ്നാട്ടിൽ നമ്മളെ പടങ്ങൾ അത്ര ആൾക്കാർ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ചെന്നൈ. അതെ അതെ അതെ. അപ്പോൾ അത് ഭയങ്കര ഉപകാരം ചെയ്തിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ്. ഈ എങ്ങനെയാണ് ഇപ്പം ക്രിസ്റ്റോ ആണെങ്കിലും കേരളത്തിൽ നിന്ന് സിനിമ ചെയ്യുന്നെങ്കിലും മറ്റ് ഇൻഡസ്ട്രി ആയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം RSVP കേരളത്തിലേക്ക് വരുമെന്ന് പറയാൻ നമുക്കറിയാം. റോണി സ്ക്രൂവാല നേരത്തെ യൂട്യൂബ് പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ബ്രാൻഡ് ഓൺ ചെയ്തിരുന്ന ആളാണ്. ഈ കൊളാബറേഷൻസ് എങ്ങനെയാണ് മലയാള സിനിമയിലേക്കുള്ളൊരു ഇമ്പാക്റ്റ് ആവുന്നത്? എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. എല്ലാവരും ശരിക്കും അതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ ഫിലിം ഉള്ളൊഴുക്ക് എനിക്ക് കേരളത്തിൽ നിന്ന് മൗണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൽക്കട്ടയിൽ പഠിച്ച ഒരാളാണ്. എനിക്കിവിടെ അങ്ങനെ ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നില്ല ഫിലിം ഇൻഡസ്ട്രിയിൽ. പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിലേക്ക്, മലയാളം ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ കടക്കണം എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു 6 വർഷം കൽക്കട്ടയിൽ പോയി, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വരുമ്പോൾ നമ്മൾ വീണ്ടും പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ബോംബെ പോകുമായിരുന്നു. അങ്ങനൊരു അപ്പം ബോംബെ ആയിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്ക്രിപ്റ്റ് ഈ പറഞ്ഞ പോലെ സിനിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞപ്പം ബോംബെയിലെ എല്ലാ ടോപ്പ് സ്റ്റുഡിയോസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ ഏകദേശം 18 സ്റ്റുഡിയോസിനോട് ഈ കഥ പിച്ച് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ആ കഥ ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് 2 പേര് സിനിമ ചെയ്യാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നു. അങ്ങനെയാണ് പിന്നെ ആ ജേർണി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്നതാണ് അന്ന് സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഹണീത് റഹാനും അഭിഷേക് ചോബയുടെയും കമ്പനിയാണ് മഗ്ഫിൻ പിക്ചേഴ്സ്. അവരായിരുന്നു ഒരു പ്രൊഡ്യൂസേഴ്സ്. അവരിലൂടെയാണ് RSVP റോണിയും ഇതിലേക്ക് വരുന്നത്. അപ്പം അവരൊന്നും മലയാള സിനിമ ചെയ്തിട്ടേ ഇല്ല. മലയാള സിനിമ ചെയ്ത് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കൂടുതൽ മലയാള സിനിമകൾ ചെയ്യണം, അങ്ങനെ ഒരു ബിസിനസ് മോഡലൊന്നും ആയിട്ടല്ല അവർ വരുന്നത്. ഹണിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് ഹണി വരുന്നത്. അങ്ങനെയാണ് റോണിയും ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അവർ ഒരുപാട് സിനിമ കൂടുതൽ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സപ്പോർട്ട് എനിക്കൊന്ന് ഈ ഫിലിമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫീമെയിൽ ലെഡ് സിനിമ ചെയ്യാൻ അത്തരത്തിലുള്ളൊരു പ്രൊഡക്ഷൻ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആ കഥയിൽ വിശ്വസിച്ച് ഇത്രയും ബഡ്ജറ്റ് അതിന് കൊടുത്ത് ചെയ്യാൻ അന്ന് അവരാണ് മുന്നോട്ട് വന്നത്. എങ്കിൽ തന്നെയും അത് മൗണ്ട് ചെയ്യാൻ ഇത്രയും അധികം സമയമെടുത്തു. ഞാൻ ഹണിയുമായിട്ട് സൈൻ ചെയ്യുന്നത് എനിക്ക് 2019 സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് 2022 അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ പോയി. 10 ദിവസം മുമ്പ്
ആ പ്രോജക്റ്റ് അത് നടക്കാതെ പോയി കുറച്ച് കാരണങ്ങളാൽ. അങ്ങനെ അപ്പം ഒട്ടും ഈസി ആയിട്ടുള്ള ജേർണി ആയിരുന്നില്ല. പക്ഷേ അവരുടെ സപ്പോർട്ട് ഇതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റീവായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ബോംബെയിൽ പ്രൊഡക്ഷൻ ഹൗസസ് വരുമ്പം ക്രിയേറ്റീവായിട്ട് ഒരുപാട് ഇടപെടും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അവർ കംപ്ലീറ്റ് ഫ്രീഡം തന്നിരുന്നു. കാരണം ഹണിയും അഭിഷേകും അവരും ഡയറക്ടേഴ്സാണ്. റോണിയും അവരുടെ കൂടെ വർക്ക് ചെയ്ത കാരണം അവരെ നല്ല വിശ്വാസമാണ്. അപ്പോൾ എനിക്കൊരു കംപ്ലീറ്റ് ക്രിയേറ്റീവ് ഫ്രീഡം കിട്ടി. എന്നാൽ അവരുടെ ഒരു നല്ല സപ്പോർട്ടും കിട്ടി. അപ്പം എനിക്ക് ഇവിടെ അധികം ആൾക്കാരെ അറിയാത്തതുകൊണ്ടാണ് എനിക്ക് അവിടെ പോകേണ്ട ഒരു അവസ്ഥ വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിസ്ഥാൻ ജയിച്ചത് അത് ഒരു ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വലിയൊരു ഓപ്പണിംഗ് ആയി അന്ന്. രാഹുലിൻ്റെ കാര്യത്തിൽ രാഹുലിൻ്റെ തേർഡ് ഫിലിമാണ്. കഴിഞ്ഞത് അൻവറായിരുന്നു പ്രൊഡക്ഷൻ. ആദ്യത്തേത് രാഹുലിൻ്റെ തന്നെ ഇൻഹൗസ് പ്രൊഡക്ഷനിലായിരുന്നു വന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ വരുന്ന സമയത്ത് അതൊരു നാഷണൽ ബ്രാൻഡാണല്ലോ വരുന്നത്. ഞാനൊരു വ്യക്തിപരിചയം എന്നുള്ളതിനൊക്കെ അവർക്ക് മലയാള സിനിമ അറിയില്ലല്ലോ. അതാണ് ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആരാണ് ഒരുപാട് നമ്മൾ ആഫ്റ്റർ ഭൂതകാലം ഒരുപാട് കോൾസ് നമുക്ക് എല്ലാവർക്കും എല്ലാ ഫിലിം മേക്കേഴ്സും നമുക്ക് കിട്ടും. ബട്ട് നമ്മളത് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. ആർക്ക് ആ കപ്പാസിറ്റി ഉണ്ടാവും. ഏത് ടീമിനൊപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഷൻ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഈ ഭൂതകാലം കഴിഞ്ഞ ഐ ഗോട്ട് എ കോൾ ഫ്രം വയനാട് സ്റ്റുഡിയോസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ദ കൈൻഡ് ഓഫ് ഫിലിംസ് ദാറ്റ് ദേ മേക്ക് അത് ഭയങ്കര യുണീക്കായിരുന്നു. ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ബ്രഹ്മയുഗം എഴുതിയത് ഭൂതകാലത്തിന് മുമ്പാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിനകത്ത് അത് പിച്ച് ചെയ്ത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഒന്നാമത് ജോൺറ ഫിലിമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ആഫ്റ്റർ ഭൂതകാലം വേറെയും പല സബ്ജക്ട്സും കുറേ റീമേക്സ് അങ്ങനെ പല ഐ വാസ് ലൈക്ക് ടോട്ടലി കൺഫ്യൂസ് അപ്പോൾ വാട്ട് ടു ഡു നെക്സ്റ്റ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ടീം വരുന്നത്. ആൻഡ് ദെൻ ദേ സെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോൺസെപ്റ്റ്, പക്ഷെ മമ്മൂക്ക വേണം, പീരിയഡ് ഹൊററാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ദേ കണക്റ്റഡ്, ആ ഐഡിയ ആയിട്ട് കണക്ട് ആയി. അപ്പോഴാണ് പിന്നെ ബാക്കിയെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ആയതോടെ ഓക്കെ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ പിന്നീട് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അങ്ങനെയാണ് അവരായിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് ബ്രഹ്മയുഗം ഹാപ്പൻ ലൈക്ക് ദാറ്റ്. വിപിനോട് ചോദിക്കാം, ഇപ്പം ജയഹയ്ക്ക് ശേഷം ആമിർ ഖാൻ പ്രൊഡക്ഷൻസുമായിട്ടാണ് ഒരു കൊളാബറേഷൻ ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തുടർച്ചയായിട്ട് വിപിൻ കൂടി പ്രൊഡക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടർന്നു. അടുത്ത പടത്തിൽ ഒരു തെലുങ്ക് പ്രൊഡക്ഷൻ കൊളാബറേഷൻ ഉണ്ട്. ഈ മലയാളത്തിൽ സിനിമ എടുക്കാൻ വരുന്നവരുടെ ആഗ്രഹം അത് മൊത്തം ക്രിയേറ്റേഴ്സിന് വിട്ടുകൊടുക്കാവുന്ന സംഗതിയാണോ? ഒരു സീറോ പ്രഷർ മോഡലാണോ മലയാളത്തിൻ്റെ കാര്യം? ഇപ്പം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ 2022-23 ടൈമിലൊക്കെ ജെ ഇറങ്ങുന്ന ടൈമിൽ ഞാൻ അമീർ ഖാൻ്റെ നല്ല ഫസ്റ്റ് കോൾ വന്നത്. അത് OTT ഇറങ്ങി വിത്തിൻ 2 days എനിക്കൊരു 30ഓളം കോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ പലരെ ഇൻവിറ്റേഷനിൽ ഞാൻ പോയില്ല. ലാസ്റ്റ് അമീർ ഖാൻ ഇൻവിറ്റേഷനിൽ പോകുമ്പോഴാണ് ഞാൻ ഇവരെല്ലാം മീറ്റ് ചെയ്തു. പല പ്രൊഡക്ഷൻ ഹൗസ്, പല എഡിറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, റീമേക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ്. ഇവരൊക്കെ പറയുന്നത് എവറി ഫ്രൈഡേയിൽ തേഴ്സ്ഡേ നൈറ്റ് അവർ വെയിറ്റ് ചെയ്യണം ഒരു മലയാളം പടം OTT വരുമ്പോൾ. അവർ രാവിലെ ഓഫീസിൽ വന്നിട്ട് ഫസ്റ്റ് ചെയ്യുന്ന ജോലി ആ സിനിമ കാണുക എന്നുള്ള. ആ മലയാളം പടം കണ്ടിട്ട് അതിൻ്റെ ഡയറക്ടറിനോ പ്രൊഡ്യൂസറിനെ വിളിച്ച് റീമേക്ക് മേടിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവൻ പ്രൊഡക്ഷൻ ഹൗസും അങ്ങനെയാണ്. പക്ഷേ എനിക്കിപ്പോൾ 24 കാണാൻ പറ്റിയത് ഇവർ ഡയറക്ടേഴ്സിന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് റീമേക്ക് ചെയ്യാനല്ല, അതിൽ പ്രൊഡക്ഷൻ പാർട്ട്ണർ ആവാനായിട്ട് അവർ ഇൻട്രസ്റ്റ് ആണ്. അതിപ്പം ബ്രഹ്മയുഗത്തിൽ സംഭവിച്ചത്, പുള്ളിയുടെ പറ്റിയത് ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ചിദംബരത്തിൻ്റെ നെക്സ്റ്റ് പടത്തിലും അവർ ഓൾറെഡി ഇന്നാവാണ്. അപ്പം എനിക്കും അത് തന്നെയാണ്. അവർ വന്നിട്ട് അടുത്ത പടത്തിൽ നമ്മൾ എന്തായാലും വേണം. അപ്പോൾ അതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല. നിങ്ങളുടെ പറയുന്ന ബഡ്ജറ്റ്, നിങ്ങൾ പറയുന്ന കണ്ടൻറ്റ് ഞങ്ങൾ ലൊക്കേഷനിൽ പോലും ഉണ്ടാവില്ല, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, ഞങ്ങൾ നോക്കിക്കോളാം, എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ ബാക്കിൽ നോക്കി നിൽക്കാം എന്ന് പറയുന്നൊരു പോയിന്റിലോട്ട് 1-2 പ്രൊഡക്ഷൻ ഹൗസ് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു സൈനായിട്ട് തോന്നി. കാര്യം നമുക്ക് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സും അങ്ങനെ മോശമൊന്നുമല്ല, പക്ഷെ അവർ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ടാവും കുറേ കൂടെ. അപ്പം ഈ പ്രൊഡക്ഷൻസും ഡയറക്ടേഴ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാവും. അത് ഏത് സമയത്തും ഉണ്ടാവും. പക്ഷെ അത് ഡയറക്ടറിന് കൂടുതൽ സ്പേസ് കൊടുക്കുമ്പോഴായിരിക്കും സിനിമ കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ അത് ഇപ്പോൾ ഈ പുറത്തുള്ള കൊളാബറേഷനിൽ ഇപ്പോൾ പറഞ്ഞ ഈ സിനിമകൾ ചെയ്യാൻ നമ്മളെ ഡയറക്ടേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് പുറത്തുനിന്നുള്ള പ്രൊഡക്ഷൻ ഹൗസ് വരുന്നത് ഭയങ്കര വലിയ ഒരു ചേഞ്ച് ഓഫ് മലയാളം സിനിമ എന്ന് തന്നെ പറയാം. ഒരുപാട് പ്രോജക്റ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ പടത്തിൻ്റെ റിവ്യൂ എന്താണെന്നറിയാൻ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും പല പ്രൊഡക്ഷൻ ഹൗസിലെ ആൾക്കാരെ എന്നെ വിളിച്ച് ചോദിച്ചു, റിവ്യൂ എങ്ങനെയുണ്ട്, ഡയറക്ടർ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത്. അവർ നേരെ അയാളെ പോയി കണക്ട് ചെയ്യണം അയാൾ അടുത്ത പടത്തിന് വേണ്ടിയിട്ട്. ഇപ്പം റീമേക്ക് റൈറ്റ്സ് അല്ല ഡിമാൻഡ്, റീമേക്ക് റൈറ്റ്സിന് പകരം ഈ ഇതിലോട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അവർ
ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം അങ്ങനത്തെ പ്രൂവ് ചെയ്ത സിനിമകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ചേഞ്ച് ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. കുറേ കാലം റീമേക്ക് കൊണ്ടു നടന്നു. അപ്പോൾ ഇപ്പം ഇതാണ് ചേഞ്ച് എന്ന് പുതിയൊരു ഒരു ട്രെൻഡ് ഇപ്പം ഇതാണ്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് ഇനി അടുത്ത വർഷം മനസ്സിലാവുള്ളൂ. എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു. അല്ലേ, ഞാനത് കണക്ട് ചെയ്തപ്പോഴത്തോട് ചോദിക്കുകയാണ്. ഇപ്പം ഈ ആഫ്റ്റർ മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഇപ്പോൾ KVN വരെ നിങ്ങൾ എത്തുമ്പോൾ ഒരുപാട്, ഇപ്പം രാജ്കമൽ, ഒരുപാട് ബാനർ, ഒരുപാട് കൊളാബറേഷൻസ്, ഇപ്പോൾ ഫാൻഡ് അടക്കമുള്ള നാഷണലി ഇന്റർനാഷണൽ അക്ലൈംഡ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഒപ്പം ഇരുന്നാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മലയാളം എന്ന് പറയുന്നിടത്ത് അവരെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താ? ക്രിയേറ്റേഴ്സ് തന്നെയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ചുകൂടി ബജറ്റ് എന്ന് പറയുന്നത് അവർ ചിന്തിക്കും വളരെ ചുരുങ്ങിയ ബജറ്റിൽ ഈ പറയുന്ന ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി? അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ മാക്സിമം ഈൽഡ് എന്നുള്ളൊരു ഫോർമുലയാണ് അവർ കാണുന്നത്. പക്ഷെ അത് എപ്പോഴും അങ്ങനെ നടക്കില്ല. അതൊരു എന്താ പറയാ, ഓൾസോ ദേ ലൈക്ക് ദ വേ വി വർക്ക് ആൻഡ് മൗണ്ട്. നമ്മൾ സബ്ജക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും അതൊരു സിനിമയാക്കാൻ തീരുമാനിക്കുന്നവർക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ഏത് സബ്ജക്റ്റാണ്. ബിക്കോസ് ഹിന്ദി എക്സാമ്പിളൊക്കെ പറഞ്ഞ ഹിന്ദിയുടെ ഓഡിയൻസ് ഭയങ്കര വലുതാണ്. മലയാളം പോലെയല്ല, ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹിന്ദിയുടെ മേജർ ഓഡിയൻസ് കംസ് ഫ്രം ഇന്ത്യ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, റൂറൽ അവിടെ നിന്നാണ് ഏറ്റവും. അപ്പം ദ ഫിലിം ഹാസ് ടു ബി കേറ്റേർഡ് ഫോർ ദം. അപ്പം ഒരു നീഷ് ഓഡിയൻസിനുള്ളത് ഒരു മാസ് വലിയ ഹിന്ദി പടമായിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ അത് ഒരു ചെറിയൊരു പോപ്പുലേഷൻ നമ്പറിൽ അത് ശരിയാകുമ്പോൾ അവരത് അങ്ങനെ ആയിരുന്നു ട്രെൻഡ്. ഇപ്പം ലൈക്ക് വിപിൻ സെഡ്, ദേ ഓൾസോ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദ ജേർണി. ദാറ്റ്സ് വൈ അവരെല്ലാവരും അപ്പം അടുത്ത ഇനിയുള്ള ഇതിൽ എല്ലാം കുറേ പ്രൊഡക്ഷൻ ഹൗസസ് കേരളത്തിൽ സിനിമ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശോടെ ഒരു 4 പടം ചെയ്യാൻ പറ്റും. അതിലൊരു 2 എണ്ണം പ്രോഫിറ്റബിൾ ആയി തന്നെ ഇതെല്ലാം കവറാവും. പിന്നെ ഇതിനിവിടെ ഫെയിൽ ആവുകയാണെങ്കിൽ, അട്ടർ ഫെയിൽ ആവുകയാണെങ്കിൽ ഇത് പതുക്കെ എടുത്ത് അവിടെ കൊണ്ട് റീമേക്ക് ചെയ്യാം. അങ്ങനെ പല പ്ലാൻസ് ഇവരുടെ ഉണ്ട്. പക്ഷെ അത് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നതിന്റെ ഒരു ഭാഗം. പോസിറ്റീവ് മൂഡാണല്ലേ ശരിക്കും. അല്ലാതെ ഒരു റീജിയണൽ ഇൻഡസ്ട്രി എന്നുള്ളതിനേക്കാളും ഒരു ഭയങ്കര ജം ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് വരുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുള്ളത്. 6-7 months നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അവര് അവിടെ 2 കൊല്ലമൊക്കെ എടുക്കും ഒരു പ്രോജക്ട് സംസാരിച്ച് ഡെലിവറി ചെയ്യാൻ. മേജർ ചേഞ്ച് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സിനാണ് ലോക്കുന്നത്. ഇവര് നേരെ ഡയറക്ടേഴ്സിനെ ആക്ടറിനെ കിട്ടിയാൽ ബാക്കി സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ് മലയാളത്തില്. അത് എപ്പോഴാണല്ലോ ഡേറ്റ് ആക്ടറുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും ടയേഴ്സ് ഇല്ല. എന്നാൽ പോലും 1, 2, 3, 4 വരുന്ന ആക്ടറിന്റെ ഡേറ്റ് കിട്ടിയാൽ പടം ആലോചിക്കാന്നുള്ളതെന്ന് ഇത് മാറും. അവരങ്ങനെയല്ല, അവര് നേരെ തിരിച്ചാ. ഇപ്പം തന്നെ ചെന്നൈയിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെപ്പോലത്തെ ഇപ്പോഴത്തെ ഹിറ്റ് മേക്കേഴ്സിന് അവർ വിളിച്ചിട്ട് ഇങ്ങനെ കണ്ടന്റ് വേണം. അതിൽ കുറേ പേര് മീറ്റിംഗ് ചെയ്ത് അതിൽ എന്നെയും വിളിച്ചായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, അങ്ങനെ ഒരു കണ്ടന്റ് നമ്മളെ സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ എന്താ പറഞ്ഞാൽ മലയാളി ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ ഇപ്പം മെയിൻ അവർ ട്രസ്റ്റ് ചെയ്യാണ്. അവർ എന്ത് കണ്ടന്റ് ഉണ്ടെങ്കിലും തരും. അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഇതേപോലെ സമീപിച്ചു. പിന്നെ കുറേ സമയം വിളിച്ചു. എനിക്ക് പേടി എന്താ പറഞ്ഞാൽ ഇത്ര വലിയൊരു പ്രൊഡക്ഷനിൽ പോയിട്ട് നമ്മളെങ്ങനെ ഒരു പിച്ച് ചെയ്യുക. അപ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ അപ്പോൾ ലാസ്റ്റ് ചോദിച്ചിട്ട് ഓക്കെ വെറുപ്പിക്കേണ്ട, ജസ്റ്റ് പോയിട്ട് മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ മീറ്റ് ചെയ്തു. ഭയങ്കര നല്ല ഹോസ്പിറ്റാലിറ്റി, നമ്മൾ അത്രയും രീതിയിൽ അവർ കെയർ ചെയ്യുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് നമുക്ക് മലയാളം കണ്ടന്റ് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു മലയാളം കണ്ടന്റ് ഓക്കെ, അപ്പോൾ ആർക്കാണ്? അപ്പം പറഞ്ഞു വലിയൊരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അയാൾ ഓട്ടോ ഡ്രൈവറോ ഇല്ലെങ്കിൽ അങ്ങോട്ട് താഴോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് താഴെ വരാം. അപ്പോൾ പറഞ്ഞു ഇല്ല, അയാൾ മേലെ തന്നെ നിൽക്കും, നിങ്ങൾ കണ്ടന്റ് തരിക, നിങ്ങളെ മലയാളം കണ്ടന്റ് തരിക, നമുക്ക് എന്ത് വേണ്ടെങ്കിലും ഓക്കെ, നിങ്ങളൊരു 3 കണ്ടന്റ് തരും. ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. നമുക്ക് ആ രീതിയിൽ അങ്ങോട്ടേക്ക് തിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ ആ രീതിയിൽ പോകാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ദേ ആർ കോണ്ടാക്ടിങ്. ഒരു ജനറൽ ടേമിൽ ആളുകൾ പറയുന്ന ഒരു സാധനമുണ്ട്, സിനിമ ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ സമയത്ത് പൊതുവെ ഒരു ഭയങ്കര ആനന്ദത്തിൽ ചെയ്യാവുന്ന സംഗതിയല്ല. അതിൻ്റെ ഒരു ടെൻഷൻ, പ്രഷർ, പീപ്പിൾസ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒട്ടും റിലാക്സ്ഡ് അല്ലാതെ അതിൻ്റെ ട്രോമയൊക്കെ അതിജീവിച്ച് ചെയ്യുന്നു. ഇതിൻ്റെ സക്സസ്സിൽ നിന്നാണ് ഒരാളുടെ ഒരു ആനന്ദം അല്ലെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ ഹാപ്പിനെസ് വരുന്നത് പറയുന്നുണ്ട്. ഇപ്പം ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയും ടേക്ക് ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു ആ മൊമെൻറ്റം അവർ സെലിബ്രേറ്റ് ചെയ്തതിനെ കുറിച്ചും ആനന്ദം ഉണ്ടായതിനെ കുറിച്ചൊക്കെ. സിനിമയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക് ആവുന്ന, ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുന്നൊരു സംഗതിയാണോ? ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ സിനിമയുടെ കണ്ടന്റ്. ചിലപ്പോൾ നമ്മൾ കണ്ടന്റിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. കോൺഫിഡൻ്റ് അല്ല, നമുക്കിപ്പം ഇത് ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ ഒരു പേടി വരുമ്പോഴാണ് ഈ സ്ട്രെസ്സ് വരുന്നത്. അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആക്ടർ സൈഡിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും വേറെ എക്സ്റ്റേൺ ആയിട്ടുള്ളൊരു
ടെൻഷൻ, ഇപ്പോൾ മഴ വന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് സ്ട്രെസ്സ് കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും സ്ട്രെസ്സായിട്ട് എടുത്ത സിനിമ ഏറ്റവും ചെറിയ പടമാണ്, അന്താക്ഷരിയായിരുന്നു. പക്ഷെ സ്ട്രെസ്സ് മാത്രമേ ഉണ്ടായിരുന്നു, ഹാർഡ് വർക്ക് ഇച്ചിരി കുറവായിരുന്നു, സിമ്പിളായിരുന്നു അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ. പക്ഷേ ഗുരുവായൂരിലോട്ട് വന്നപ്പോൾ ഏറ്റവും സ്ട്രെസ് ഫ്രീ അതായിരുന്നു. കാര്യം വെച്ചാൽ വലിയ സിനിമയാണ്, അപ്പം ഇതിങ്ങനെ നടക്കുകയുള്ളൂ, ഇത് ഞാൻ വിചാരിച്ചാലും മാറ്റാനൊന്നും പറ്റില്ല, അപ്പം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ സാധനങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളിതെങ്ങനെ ഇൻടേക്ക് ചെയ്യുന്നത് പോലും ചിലപ്പോൾ ചില സിനിമക്ക് ഭയങ്കര രസമുള്ള പ്രോസസ്സായിരിക്കാം. ഇപ്പം ജയിലിൽ എനിക്ക് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്. ഇപ്പം പക്ഷെ വാഴ കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, എപ്പോഴും എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, റീഷൂട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അപ്പം നമുക്ക് ഓരോ സിനിമയും അത് അതിൻ്റെ ക്രൂ, അതിൻ്റെ ആർട്ടിസ്റ്റ്, അതിൻ്റെ ടീമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ അതിൻ്റെ ഒരു ഈസിനെസ്. അപ്പം നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ടോട്ടാലിറ്റി വരുമ്പം ഈ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹാപ്പിനെസ്സിന് വെയിറ്റ് ചെയ്ത പണി കിട്ടും. അത് നമുക്ക് അപ്പം നമ്മൾ ഈ ഒരു വർഷം മൊത്തം പോയിട്ടും അതൊരു ഒരാഴ്ച ഉണ്ടാവുള്ളൂ. ആ ഒരാഴ്ചത്തെ കിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വർഷം പണിയെടുക്കേണ്ട കാര്യമില്ല. അപ്പം ഈ പ്രോസസ്സ്, ഈ ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടാവും, അതനുഭവിച്ച് ചെയ്യാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇനി മാറ്റാനൊന്നും പറ്റില്ല. ആനന്ദിന് എങ്ങനെ പ്രോസസ്സ് വളരെ ഒരു ട്രൊമാറ്റിക് ആയി പോകുന്ന സംഗതിയാണോ അതോ ഭയങ്കര ഹാപ്പി? ഈ റൈറ്റിംഗ് ആണ് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സായിട്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആക്ടറിന് കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് ഹൈ എന്ന് പറയുന്ന ഒരു അതേ ക്രിയേറ്റീവ് ഹൈന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിരിക്കുന്നത് ഇൻറ്ററിംസിൽ സംഭവിക്കും. ഇപ്പം എഴുതാൻ നേരത്തെ എനിക്കത് ഡയലോഗിലാണ്. പേഴ്സണലി ഡയലോഗ് റൈറ്റിംഗ് അത് ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് എഴുതുന്നത്. ഇപ്പം എസ്പെഷ്യലി ഡയലോഗ് പാർട്ട് എനിക്ക് ഒറ്റയ്ക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് നമ്മൾ അറിയാതെ ഒരു ഡയലോഗ് വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസ് വരുന്നു, അതൊരു ചെയിൻ ഓഫ് ഡയലോഗ്സ് ആയിട്ട് മറ്റു പലതിലേക്കും ലീഡ് ചെയ്യുന്നു. ഈവൻ സീൻ തന്നെ വേറൊരു ലെവലിലേക്ക് പോവാം, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ തന്നെ ഒരു നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കാര്യം, ഒരു ഇൻസൈറ്റ് രൂപപ്പെട്ട് വരുന്നു എന്ന് പറയുന്നത് അതൊരു ഹൈ ആണ്. അതൊരു ആക്ടർ അനുഭവിക്കുന്ന അതേ സംഭവം എഴുതുന്ന സമയത്ത് ബാക്കിയെല്ലാം എനിക്ക് വെറുപ്പാണ്. ഈ അവിടുന്ന് അയാൾ ഇവിടെ വന്ന് നിന്നു, നമ്മൾ എഴുതുന്ന മറ്റ് നൂലാമാലകളുണ്ടല്ലോ, ആർട്ടിന് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ട് എഴുതുന്ന കാര്യങ്ങളെല്ലാം ഒരു ടെക്നിക്കലായിട്ട് എഴുതുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പം അത് ഡയലോഗ് പാർട്ടാണ് അതിൽ കിട്ടുന്നൊരു ഹൈ. പിന്നെ ഇൻ ടേംസ് ഓഫ് ഷൂട്ടിങ്ങിൽ വരുമ്പോഴും ആ ഒരു സെറ്റിൽ നിൽക്കാൻ നേരത്ത് ഒരു ആക്ടറിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴായിരിക്കാം ഒരു ഡിസിഷൻ എടുക്കുമ്പോഴായിരിക്കും, ഒരു ദിവസം ഒരു 500 ഡിസിഷൻ എടുക്കണമല്ലോ. അപ്പം ആ കാര്യത്തിൽ കിട്ടുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആക്ടറിന് കിട്ടുന്ന പോലെയുള്ള സ്പോണ്ടേനിയസ് ഇൻസൈറ്റ്സ് ആണ് ഒരു ക്രിയേറ്റീവ് ഹൈ ആയിട്ട് ഉണ്ടാകുന്നത്. അത് ദാറ്റ് ഗോസ് ഓൺ. ലൈക്ക് അതിപ്പം എഡിറ്റിൽ വരുമ്പോഴും മ്യൂസിക്കിൽ ഇരിക്കാൻ നേരത്തും ഒക്കെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈ ചലഞ്ചസ് ഓഫ് കോഴ്സ് എല്ലാവരും പറയുന്ന പോലെയുള്ള ചലഞ്ചസ് ഭയങ്കരമായിട്ടുണ്ട്. ഇൻഫാക്ട് ആട്ടത്തിൻ്റെ അവസാനത്തെ 20 മിനിറ്റ് അഞ്ജലി അവിടെ വീട്ടിൽ വന്ന ശേഷം ക്ലൈമാക്സ് വരെയുള്ള ഡയലോഗ്സ് എല്ലാം ഓൺ സെറ്റായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം വൈകുന്നേരം 11 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഇരുന്ന് എഴുതി രാവിലെ പോയിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഭയങ്കരമായ പ്രഷറുണ്ട്. ഷൂട്ട് നിർത്തി എഴുതേണ്ടി വന്നിട്ടുണ്ട്. പ്രഷറുണ്ട്, പക്ഷെ ആ പ്രഷറിൻ്റെ അതേ സമയം ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ഹൈ ഉണ്ട്. പിന്നെ പ്രൊഡ്യൂസർ ഗംഭീരമാവുന്നതോടുകൂടി നമ്മുടെ ബാക്കി പ്രശ്നങ്ങളൊക്കെ അതൊരു വലിയ കോർ ഫാക്ടറാണ് അല്ലേ ഈ ക്രിയേറ്റീവ് ഹൈയുടെ കാര്യത്തിൽ. ഇപ്പുറത്ത് അല്ലേ പ്രൊഡക്ഷൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബാക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ബൈ ആൻഡ് ലാർജ് നിങ്ങൾ നിങ്ങളുടെ ഏരിയ നോക്കിക്കോളൂ, ബാക്കി എല്ലാ ക്രമീകരണവും നമ്മുടെ ഭാഗത്ത്. പക്ഷേ ഈ ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു സിനിമ ചെയ്ത് പ്രൂവ് ചെയ്ത ഒരാൾക്ക് കിട്ടാൻ കുറെ കൂടെ എളുപ്പമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ഫസ്റ്റ് സിനിമയ്ക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ട് പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്നുണ്ടായി. ഈ രാഹുലിന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പറയില്ല, ഇപ്പം ഞാനിപ്പോൾ ഇത് ബ്രഹ്മയോൻ തിയേറ്ററാണെങ്കിൽ നമ്മൾ മമ്മൂക്കടക്ക് ക്യാരക്ടർ വന്ന് അത് ഭയങ്കര കൊറിയോഗ്രാഫഡായി മറ്റേ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന എനിക്കിനി പോകാൻ അനുവാദമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹൈ, തിയേറ്ററിൽ ഉണ്ടാകുന്ന ഒരു മൊമെന്റം ഹൈ ഒക്കെ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആക്ടർക്കും ഇതേ ഹൈയിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. ക്യാമറമാൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഈ ഒരു മൾട്ടി ടാസ്ക് ഉണ്ട്, അവിടെ ഒരു ക്യാപ്റ്റൻസി കൂടിയാണ് ക്രിയേറ്റീവ് ഹൈക്കപ്പുറത്ത്. ഈ പറയുന്ന സ്ട്രെസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പം 40-50 ദിവസം ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും നമ്മൾ സ്ട്രെസ്സിൽ കൂടെ തന്നെയാണ് കിടന്നു പോകുന്നത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ മലയാളം സിനിമയാണ്, ചെറിയ ഇൻഡസ്ട്രിയാണ്, ഇത്ര ദിവസത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യണം. ഇപ്പം നോർത്തിൽ ഹിന്ദി വേറെ ഫിലിമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറേ ഷെഡ്യൂൾ ബ്രേക്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, ഒരു വീക്ക് കഴിഞ്ഞ ഉടനെ തന്നെ
യു ആർ നോട്ട് ഏബിൾ ടു പ്രോസസ് ആക്ച്വലി. നമുക്കത് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടില്ല. ബട്ട് ലൈക്ക് ആനന്ദ് സെഡ്, അതിൻ്റെ സംടൈംസ് നമ്മൾ എത്ര പെർഫെക്റ്റ് ആക്കിയാൽ നോക്കാൻ ശ്രമിച്ചാലും മോർ ദാൻ പെർഫെക്ഷൻ, ആ ഒരു സ്പോണ്ടേനിറ്റി ഉണ്ടല്ലോ, അത് മേക്സ് us എക്സൈറ്റിംഗ് ഫോർ ക്രിയേറ്റേഴ്സ് ആക്ച്വലി. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും നമ്മൾ ഐ ആം വെരി എക്സൈറ്റഡ് ടു സീ നാളത്തെ ഷോട്ട് മമ്മൂക്ക നമ്മൾ വിഷ്വലൈസ് ചെയ്ത സാധനമാണ്, പുള്ളി എങ്ങനെ പെർഫോം ചെയ്യുന്നു. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ നമ്മളെ ഡ്രൈവ് ചെയ്യും. ആ ഹൈ നമ്മൾ ഡ്രൈവ് ചെയ്യാണ്, നമ്മുടെ മറ്റെല്ലാ പ്രശ്നവും നമ്മൾ ആ സമയത്ത് ഓർക്കുന്നുമില്ല. റൈറ്റിംഗ് ഫേസിലും ഇതേമാതിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരിയഡ് തന്നെയാണ്. ബിക്കോസ് വിഷ്വലൈസിങ് ഇസ് വൺ പാർട്ട്, പിന്നെ അത് എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യമായിരിക്കില്ല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ചിലപ്പോൾ അതിനെക്കാട്ടിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ ഒരു സാധനം കിട്ടും. സോ അത് എവറി ഫേസ് ഇസ് ആക്ച്വലി സ്ട്രെസ്ഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്, അൺടിൽ ദ ഫൈനൽ റിലീസിന്റെ ആ ഒരു ദിവസം. ഒരു കോമൺ ഫാക്ടർ ആണ്. ആളുകള് ടെൻഷൻ ഫ്രീ എനിക്ക് തോന്നുന്നത് ഈ ഭയങ്കര മീമായിട്ടും ട്രോളായിട്ടൊക്കെ വരുന്നത് ഈ റൈറ്ററുടെയും ഡയറക്ടറുടെയും ഇവിടെ മാത്രം ലൈറ്റ് പുലർച്ചയും കാണുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു ഉറക്കം തീർച്ചയായും കാരണം അതെല്ലാം നമുക്ക് മലയാള സിനിമയുടെ ഒരു ഡിസൈൻ, നമ്മൾ മിക്സ് ഒക്കെ ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും. ഫൈനൽ മിക്സ് നമ്മുടെ ഡേറ്റ്സും ഭയങ്കര അടുത്തായിരിക്കും. പിന്നെ ഒരു ക്യൂബ് അപ്ലോഡ് ഉണ്ട്, അതുകൂടെ കഴിയുമ്പോഴത്തേക്കും ജഡ്ജ്മെന്റ് കംപ്ലീറ്റ് എല്ലാം കംപ്ലീറ്റ് എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നാളെ അന്ന് വരുന്നിടത്ത് വെച്ച് കാണാൻ പറഞ്ഞിട്ടാണ് പോയി ഉറങ്ങുന്നത്. പിറ്റേ ദിവസം റിലീസായിരിക്കും. അല്ല, അങ്ങനെ ഒരു ജഡ്ജ് ഇപ്പൊ എപ്പോഴും ആളുകൾ പറയാറുണ്ടല്ലോ, ഇപ്പം നമ്മൾ ട്രെയിലറിന്റെ താഴെ വരുന്ന കമന്റുകളിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. പിന്നെ ഒരു ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പം ഫ്രണ്ട് സർക്കിളിലുള്ളവർ, ഇൻഡസ്ട്രി എക്സ്പേർട്ട്, പ്രൊഡ്യൂസേഴ്സിന് കണക്ട് ചെയ്യാവുന്നവർ, അങ്ങനെ ഒരു പിന്നെ മിനിമൽ ക്രൂ എപ്പോഴും ഈ സിനിമ പല ഘട്ടങ്ങളായിട്ട് കാണുന്നുണ്ടാവുമല്ലോ. പിന്നെ ചിലപ്പോൾ OTT സാറ്റലൈറ്റ് റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് ആയ ആളുകൾ കാണുമല്ലോ. ഇത് ഇപ്പം നമ്മളുടെ ഒരു സെൽഫ് ജഡ്ജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്റ്റോ ആണെങ്കിലും വിപിൻ ആണെങ്കിലും നിങ്ങളെല്ലാവരും ഓരോ ആളുകളും നിങ്ങളൊരു 10 തവണയെങ്കിലും കണ്ടു കഴിഞ്ഞ ഒരു വിഷ്വലി ആണല്ലോ ജഡ്ജ് ചെയ്യേണ്ടത്. ഈ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ എന്താ ഒരു 50% ജഡ്ജ്മെന്റ് കിട്ടാവുന്ന സാഹചര്യം ഉണ്ടോ? എന്താവും തിയേറ്റർ? എനിക്കൊന്ന് റിലീസിനോട് അടുക്കുമ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കാണിക്കുന്നു, OTTസിനെ കാണിക്കുന്നു, അപ്പം അവരിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് ഡെഫിനറ്റ്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും തോന്നുന്നു. പക്ഷെ ആ സമയത്തേക്ക് നമ്മുടെ സിനിമയുടെ കുറേ വർക്കുകൾ എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സിനിമ ഈ പറയുന്ന പോലെ ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ ഫോമാറ്റിലല്ലാത്തൊരു സിനിമ ആയത് കാരണം പ്രൊഡ്യൂസേഴ്സിനും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഇത് മാർക്കറ്റ് ചെയ്താൽ ഇത് കാണാൻ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമോ, 2 സ്ത്രീകളിരുന്ന് കരയുന്ന സിനിമ കാണാൻ ആൾക്കാർ എങ്ങനെ തിയേറ്ററിലേക്ക് വരും എന്നൊക്കെ ഉള്ളൊരു ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കോർ ഗ്രൂപ്പിന് ആ ഫിലിമിനെ പറ്റി ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ സെൻട്രൽ പിക്ചേഴ്സാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വന്നത്. അപ്പം ഒരു ആദ്യത്തെ സ്ക്രീനിങ് അവർക്ക് മിക്സിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സ്റ്റേജിൽ കണ്ടപ്പോൾ തന്നെ ഫിലിം ഷാഹി സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ട്രെയിലർ ഞങ്ങൾ കട്ട് ചെയ്തൊരു ട്രെയിലർ ഷാഹി സാർ കണ്ടിട്ട് അങ്ങനെയാണ് സിനിമ റിലീസ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്ക് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിവിധ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ആൾക്കാർ കണ്ടിട്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റിയാക്ഷൻസ് പറയുമ്പം തിയേറ്ററിൽ ഇതെങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളൊരു ഫിയറും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളവർക്കെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു എഴുതുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും റിലീസിന് ശേഷം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഉള്ളവർക്ക് നോക്കുവാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നല്ല വശവും മോശം വശമുണ്ട്. ആരെയും അൾട്ടിമേറ്റ് ആയിട്ട് മോശമൊന്നും നല്ലതൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടും എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തിയേറ്ററിൽ ഇറങ്ങി ആൾക്കാരത് എങ്ങനെ കാണണം വരെ അതിനകത്തൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും എന്ന് തോന്നുന്നു. അത് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു, എത്ര പേര് കണ്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞാലും അതിന് മുമ്പ് വരുന്നുള്ള റിയാക്ഷൻസ് പലപ്പോഴും ബയസ്ഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തിയേറ്ററിൽ ഇറങ്ങി ആദ്യത്തെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം റെസ്പോൺസ് വരുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ OTT വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള റിവ്യൂസിനൊക്കെ അപ്പുറം ആൾക്കാരുടെ റെസ്പോൺസ് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഓക്കെ ഇത് സ്വീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത്. വിപിന്റെ കാര്യത്തിൽ ഇപ്പൊ ജഡ്ജ്മെന്റ് കാര്യത്തിൽ ഒരു ഇൻഡസ്ട്രി ഇൻസൈഡ് ഒരു ജഡ്ജ്മെന്റ് കാര്യത്തിൽ ഒരു ജഡ്ജിയാണ് എന്നുള്ള അഭിപ്രായമുള്ള ആളാണ്. എന്ന് വെച്ചാൽ പല സിനിമകളുടെയും കാര്യത്തിൽ ഈവൻ പ്രൊഡക്ഷനിലടക്കമുള്ള ആളുകൾ ഇത് ഓടുമോ മോനെ എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായി ഓടും എന്ന് പറയുന്ന റൈറ്ററും ഡയറക്ടറും പ്രൊഡ്യൂസറുമായിട്ട് വിപിന്റെ കാര്യത്തിൽ ഇപ്പം വാഴയുടെ കാര്യത്തിലും ഗുരുവായൂരമ്പലനാട് കാര്യത്തിലൊക്കെ ബാക്കിയുള്ളവർ അവിശ്വാസം പറയുമ്പോഴും മാസടിക്കും. ഞാൻ ഒരു ദിവസം ഒരു പൊട്ടുമല്ലോ, അപ്പൊ അത് പാടും. അതുവരെ ഇത് സത്യമായിരിക്കും.
അതായത് ഗുരുവായൂരിന്റെ ടൈമിൽ ജെ ടൈമിൽ ഭയങ്കര കോൺഫിഡൻസ് തന്നെയായിരുന്നു. എനിക്ക് എന്റെ ഫസ്റ്റ് പടം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്ക് അറിയില്ലല്ലോ ഇതെങ്ങനെയാണ്, നമ്മൾ അസ്റ്റ് ചെയ്തിട്ടില്ല, സിനിമ അങ്ങനെ ഇൻഡസ്ട്രിയെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പം ഇതെങ്ങനെ പ്രേക്ഷകർ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയില്ല. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ ആളുകൾ ഇല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഇങ്ങനെ ഓരോ പ്രാവശ്യം നോക്കിയിരിക്കുമായിരുന്നു. ആരെങ്കിലും ബുക്ക് ചെയ്തെങ്കിൽ ഞാനും വൈഫും കയറി ബുക്ക് ചെയ്തു, ആ ഷോ ക്യാൻസലായി. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് അടുത്ത പടം ഇനി അത് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തീരുമാനമാണ് ഉണ്ടായത്. അപ്പം ഞാൻ ജെ ചെയ്യുമ്പോഴും ഷുവർ ഷോട്ടാണിത്, താഴെ പോകില്ല. ഞാൻ ആ കോൺഫിഡൻസ് ചെയ്ത് ഇറങ്ങുന്നതാണ്. ലാസ്റ്റ് ദിവസമൊക്കെ സമാധാനമായിട്ട് ഇറങ്ങിയത്. തിയേറ്ററിൽ പോകാൻ ഭയങ്കര പേടിയുള്ള ആളാണ്, എല്ലാവർക്കും അറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് തിയേറ്ററിൽ പോകുന്നത്. പ്രൊഡ്യൂസറിനെക്കാട്ടി ഭയങ്കര കോൺഫിഡൻ്റ് ഞാൻ. ഗുരുവായൂർ വന്നപ്പോൾ പ്രിവ്യൂ വെച്ചു, വെറുതെ ഒരു ആവശ്യമില്ലായിരുന്നു. എൻ്റെ ഒരു അഹങ്കാരം പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രിവ്യൂ വെച്ചു. വന്ന് 1-2 ഡയറക്ടേഴ്സ് വന്നു, ബേസിൽ വന്നു, കുറച്ച് നിഖിൽ, അങ്ങനെ കുറേ പേര് വന്നു. പകുതി പേർക്ക് വർക്കായി, 10 പേർക്ക് വർക്കായില്ല. ആ സിനിമയ്ക്ക് ആ റിസൾട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം ബേസിക്കലി ഇവരെല്ലാം പല വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രിവ്യൂ വയ്ക്കുമ്പോൾ എല്ലാവരും ജഡ്ജ് ചെയ്യാൻ കണക്കാക്കിയിട്ട് വരില്ല. അപ്പോഴൊരു പാടൽ എനിക്ക് ഫീൽ ചെയ്തു, ടെൻഷനാക്കി. ഇവരെല്ലാം പോയിട്ട് പിന്നെ ഇനി ഒരാഴ്ചയോടെ ഉള്ളൂ പടം ഇറങ്ങാം. ഞാൻ വീണ്ടും ഇരുന്ന് നോക്കി, എന്തൊക്കെ ചെയ്തു എല്ലാം നോക്കി. ഞാൻ ലാസ്റ്റ് റീലൊക്കെ ഷഫിൾ ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് നോക്കി. ലാസ്റ്റ് ഞാൻ ക്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ വീണ്ടും പോയിട്ട് ഒരു റീല് ഷഫിൾ ചെയ്തു, ഒരു 2 സീൻ ഷഫിൾ ചെയ്തു ഒക്കെ ചെയ്ത് വീണ്ടും തിരിച്ചു വെച്ചു പടം പോലെ. കാര്യം സെൻസർ ചെയ്തുകൊണ്ട് അത് പറ്റിയില്ലെന്ന് പറഞ്ഞു. ഒക്കെ ചെയ്തിട്ട് ഞാൻ വീണ്ടും മ്യൂസിക് കുറച്ച് റിവർക്ക് ചെയ്തു. അത് മാത്രമേ സെൻസർ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. മിക്സിൽ കുറച്ച് റിവർക്ക് ചെയ്തു. എന്നിട്ട് ഭയങ്കര പാനിക്കായി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വൈഫ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 1 മണിക്കൊന്നും വരുന്നത്, മിക്സ് എല്ലാം കഴിഞ്ഞ് നോക്കി. എന്നിട്ട് ഡൈനിങ് ടേബിൾ ഒരു ചെയർ ഉണ്ടായിരുന്നു, എടുത്തൊരു അറ്റയടി തറയിൽ പൊട്ടിച്ച് പോയി. എന്നിട്ട് പടം കഴിഞ്ഞു, നാളെ 2 ദിവസം കഴിയുമ്പോൾ അറിയാം എന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടു. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ റെസ്പോണ്ട് ചെയ്തു, ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നു. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ബിബിൻ പറഞ്ഞ കറക്റ്റാണെന്ന് പറഞ്ഞപ്പോൾ. വാഴയുടെ ടൈമിൽ വന്നപ്പോൾ വാഴ ഇതുപോലെ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഞാൻ ഹാരിസിനെ വിളിച്ചിട്ട് ഒരു ദിവസം, ഹാരിസൊക്കെ ഭയങ്കര ടെൻഷനില്ല. കാര്യം ബഡ്ജറ്റ് ഓവർ ബഡ്ജറ്റായി, ഡേയ്സ് കൂടി, ഒരുപാട് 1 ഇയറോളം ഷൂട്ട് പോയി. അപ്പോൾ ഞാനൊരു ദിവസം രാത്രി ഹാരിസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹാരിസ് ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, 2 BHK ഫ്ലാറ്റിൽ. ഞാൻ പറഞ്ഞു അവിടെ 3 BHK ഉണ്ടോ എന്ന് വെച്ചാൽ, നിനക്ക് വേണോ? എനിക്ക് വേണ്ട, നിങ്ങൾ ബുക്ക് ചെയ്തോ, പടം സൂപ്പർ ഹിറ്റ് അടിക്കുന്നു പറഞ്ഞു. കള്ളം പറയില്ല, ഞാൻ നല്ല അടിക്കും എന്ന് പറഞ്ഞു. പിന്നെ ലിസ്റ്റ് വിളിച്ചിട്ട് ലിസ്റ്റിൻ്റെ ഏതൊരു പടം ഇറങ്ങാനുണ്ടാകും, ഞാനും നിങ്ങളോട് ഇറക്കണം. ഞാൻ പറഞ്ഞാൽ അടിച്ച് തൂഫാനാകും, ഇറക്കരുത്, നിങ്ങളെ പൈസ മൊത്തം പോകുന്നു പറഞ്ഞു. അപ്പോൾ അത്രയും കുഴപ്പമില്ല, ഞാൻ ഉറപ്പാണ്, നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളെ പടം പൊട്ടും, കൂടെ ഇറക്കിയ മാറ്റി വെച്ചു. ലിസ്റ്റ് മേടിച്ചു, മാറ്റി വെച്ചു. അപ്പോൾ പടം ഇറങ്ങി അടിച്ചപ്പോൾ അതൊരു ടോക്കായി. അപ്പോൾ അതാണ് ഈ മൊത്തം മാറി. പിന്നെ ഈ ED ടൈം വന്നപ്പോൾ ലിസ്റ്റിൽ വിളിച്ച് കാണിച്ചു. അപ്പോൾ അവർ പലരും കണ്ടപ്പോൾ പടം വർക്കായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിരുന്നപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ED. അപ്പം ഞാൻ അങ്കിത്ത് അമ്മയെല്ലാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, വീണ്ടും കുറച്ചൊന്ന് ടൈറ്റൊക്കെ ആക്കി, മ്യൂസിക് കറിയൊക്കെ ഞാൻ അന്ന് പറഞ്ഞ ഡയലോഗാണ് ഈ ലിസ്റ്റിന് വീണ്ടും കോൺഫിഡൻസ് കുറഞ്ഞു. അപ്പോൾ ഞാൻ പറയും, ഇനി ഇത് പൊട്ടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു 10 ലക്ഷം കുറച്ചോ എന്നാ പറഞ്ഞതല്ല, ബെറ്റ് വെച്ചിട്ടല്ല പറഞ്ഞത്. പുള്ളി അത് ബെറ്റാക്കി, അത് പിന്നെ മൊത്തം ട്രോളാക്കി മാറ്റി പുള്ളി. അപ്പൊ അതങ്ങനെ പോയതാണ്. ഇത് എവിടെയെങ്കിലും ഒരെണ്ണം പാളക്കാണ്, മൊത്തം അഹങ്കാരം. അപ്പൊ ആളുകൾ ഇപ്പൊ പറയും ഇവന് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് വെച്ചിട്ട് പാളുമ്പോ തീരുന്നത്. എങ്ങനെയാണ് MC-യുടെ കാര്യത്തിൽ? ഇപ്പം ഫസ്റ്റ് സിനിമ എന്തായാലും എല്ലാവരും സിനിമയുടെ തലേദിവസം വരെ ഇത് സക്സസ്ഫുൾ ആവണമെന്ന് വെച്ചിട്ടാണല്ലോ ഇറക്കുന്നത്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫിലിം ആ രീതിയിൽ എക്സ്പെക്ടേഷൻ എടുത്ത് വരുന്നില്ല. രണ്ടാമത്തെ സിനിമയുടെ തലേദിവസം ഏത് തരത്തിലുള്ള കോൺഫിഡൻസ് ആയിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു? അല്ല, ആക്ച്വലി ഹാപ്പി അവേഴ്സ് ആക്ച്വലി പ്രോഡക്റ്റിൽ ഹാപ്പി ആയിരുന്നു, അവർ ഹാപ്പി ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അതെനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ടെൻഷൻ ഇല്ലായിരുന്നു, സ്ട്രെസ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് കയറിയത്. പിന്നെ നമ്മൾ ആക്ച്വലി ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ടായിരുന്നു സാധാരണക്കാരുടെ അടുത്ത് നിന്ന് തന്നെ. നമ്മൾ ഫുൾ ഔട്ട് കാണിച്ചിട്ട് സാധാരണ ആൾക്കാരെ വെച്ചാൽ സിനിമയുടെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ കാണിച്ചിട്ട് അവർക്ക് എന്ത് മനസ്സിലാവുന്നു, അവർക്ക് വർക്കാവുന്നുണ്ടോ, അങ്ങനെ ഒരു ഫീഡ്ബാക്ക് പ്രോസസ്സ് എല്ലാ ഏരിയയിലും നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻ പ്ലേ എഴുതിയ സമയത്തും ഫീഡ്ബാക്ക് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഫീഡ്ബാക്ക് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ആണ്. നമ്മൾ ജഡ്ജ്മെൻറ്റ് പോയാലും നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരെ കൊണ്ട് ഫീഡ്ബാക്ക് കാണിച്ച് ആ ഫീഡ്ബാക്ക് എനിക്കൊന്ന് അത് കുറേ നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടാൻ അത് നമ്മൾ പ്രൊഡക്ഷൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊന്ന് അതൊരു തിയററ്റിക്കൽ പ്രോസസ്സാണെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഒരു നമുക്കൊരു നമ്മുടെ ജഡ്ജ്മെൻറ്റ് പോയാൽ കിട്ടാനായിട്ടുള്ള നമുക്ക് കംപ്ലീറ്റ് നമുക്കൊരു
ഒരു അങ്ങനെ ഒരു നമ്മളൊരു ജഡ്ജ്മെന്റ് പോയാൽ കിട്ടാത്ത അവസ്ഥ അവസ്ഥ വന്ന് വരുമ്പോഴത്തേക്കും ഈ കിഷ്കിന്ധാകാന്ഡത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊരു ആ സിനിമയെ കുറിച്ച് എനിക്കൊന്നത് നിങ്ങൾക്കുള്ള അത്രയും കോൺഫിഡൻസ് ഓഡിയൻസിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇതൊരു ഫെസ്റ്റിവൽ ഇറക്കുമ്പോൾ എല്ലാവരും എനിക്കൊന്ന് ആ തിയേറ്ററിലേക്ക് കയറുന്ന മൊമെന്റ് വരെ പറഞ്ഞത് ഇവർക്ക് ഇതൊന്ന് പറ്റി, ഇവർ ഈ സിനിമ എന്നുവെച്ചാൽ അന്ന് AR ഉണ്ട് ഓപ്പോസിറ്റ്, അങ്ങനെ ഒരു സിനിമ വരുന്നു. പിന്നെ കിഷ്കിന്ധാകാന്ഡം എന്നുള്ള പേര് ഞാൻ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ആ സിനിമയ്ക്ക് കിട്ടാവുന്ന ആനുകൂല്യത്തിനൊന്നും അനുസരിച്ചല്ല അത് ഇറങ്ങിയിരുന്നത്. അതിന്റെ പോസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരു തരത്തിൽ അത് തിയേറ്ററിൽ അങ്ങനെ അമർന്നു പോവാന്നൊക്കെ കരുതി നിർത്തുന്നതാണല്ലോ ആ സിനിമ ഇങ്ങനെ സക്സസ്ഫുൾ ആവുന്നതും ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും. നിങ്ങളുടെ ഈ മറ്റേ ഇറങ്ങാവുന്ന ദിവസങ്ങൾ എന്തായിരുന്നു? ഇറങ്ങാനുള്ള തലേ ദിവസവും അതിനടുത്ത ദിവസവും ഫസ്റ്റ് ഷോയൊക്കെ? ആക്ച്വലി ഞാൻ എന്തോന്നറിയില്ല, എന്തോ നല്ല കോൺഫിഡൻ്റിലായിരുന്നു. കോൺഫിഡൻറ്റ് ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് കട്ട് ചെയ്ത സമയത്ത് തന്നെ ജോയിച്ചേട്ടൻ UK യിലായിരുന്നു. അപ്പോൾ ജോയിച്ചേട്ടൻ്റെ ഫസ്റ്റ് കട്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 45-50 മിനിറ്റ്സിലായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജോയിച്ചേട്ടൻ കുറേ ദിവസം എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നെഞ്ചത്തെ എനിക്കൊന്ന് കാണണം, എന്നാലേ എനിക്ക് കോൺഫിഡൻ്റ് ആവുള്ളൂ. ഞങ്ങളങ്ങനെ അയച്ചു കൊടുത്തു, മ്യൂസിക്കും ഒന്നുമില്ല. അപ്പോൾ ജോയിച്ചേട്ടൻ അത് കണ്ടിട്ട് ജോയിച്ചേട്ടൻ പറഞ്ഞു, ഇനി എനിക്ക് പേടിയില്ല, ഇത് ഹിറ്റാണെന്ന് പറഞ്ഞു. എല്ലാ രീതിയിലും എനിക്ക് ഹാപ്പിയാണ്. അപ്പോൾ ഇതേ പറഞ്ഞ പോലെ നമ്മൾ പ്രൊഡക്ഷനിൽ ഹാപ്പി ആയോ, ഇത് ഞങ്ങളെല്ലാം ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ കയ്യിലാണെന്നുള്ളത്. പിന്നെ എല്ലാ രീതിയിലും നമുക്ക് ഫുൾ പോസിറ്റീവ് ഇതായിരുന്നു, പ്രൊഡക്ഷൻസ് ആയിരുന്നു, എന്ത് വേണ്ടിക്കും ചെയ്തോ എന്നുള്ള രീതിയിൽ. പിന്നെ അതേപോലെ ഞാൻ ഈ ഫസ്റ്റ് ഈ ഇറങ്ങുന്ന ദിവസം ബാക്കിയുള്ള ആൾക്കാരും കുറച്ച് ടെൻഷനിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഇങ്ങനെ ഒരു പടം ഇങ്ങനെ ഇറക്കും എന്നുള്ള രീതിയിൽ എന്നെ പല തിയേറ്റേഴ്സ് ഓണേഴ്സെല്ലാം വിളിച്ചിട്ട് രജിത്തിന് ഓൾറെഡി അമ്മിണിപ്പിള്ള നിങ്ങൾക്കറിയാം നല്ലൊരു പടമായിരുന്നിട്ട് കൂടെ അന്നത്തെ ആ സമയത്ത് പ്രോപ്പറായിട്ട് നമുക്കത് പ്രോപ്പറായി കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളിത് റിസ്ക് എടുക്കണമെന്നെല്ലാം ചോദിച്ച് പല തിയേറ്റർ ഓണേഴ്സും വിളിച്ചായിരുന്നു. നമ്മളെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വിളിച്ചായിരുന്നു. പക്ഷേ എന്തോന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ളിലൂടെ ഒരു സംതിങ് ഓക്കെ ഇത് വർക്കൗട്ട് ആവും എന്ന് പറഞ്ഞാൽ പല രീതിയിലും പല സീൻസും പിന്നെ പെർഫോമൻസ് ബേസിലെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിൽ ഓക്കെ ആണെന്നുള്ള ഒരു തോട്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ഫസ്റ്റ് ഇറങ്ങിയ ദിവസം ഭയങ്കര കുറവായിരുന്നു ആൾക്കാർ. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ എന്തോ എനിക്ക് ഐ ഡോണ്ട് നോ അറിയില്ല, നമുക്ക് എന്താവില്ല, നമ്മൾ നല്ല കാണുമ്പോൾ റെസ്പോൺസിൽ ഈ പ്രശ്നമില്ലല്ലോ. ഇല്ല. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ ദിവസം കൊണ്ട് പടം കയറി. അത് ജോബിച്ചേട്ടനും ഇതേ ഇതായിരുന്നു. ജോബിച്ചേട്ടനോടും എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഒരു തിയേറ്റർ ഓണർ പറഞ്ഞു നിങ്ങളെ എന്താ പറഞ്ഞാൽ ജോബിച്ചേട്ടൻ അത്രയും കോൺഫിഡൻ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ജോബിച്ചേട്ടനോട് പറഞ്ഞു, ജോബിച്ചേട്ടാ ഇത് പണി പാളി കേട്ടോ, ഫസ്റ്റ് ഡേ നിങ്ങൾ നോട്ട് എ റൈറ്റ് ടൈം നിങ്ങൾ ഇറക്കിയത് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ, കുറച്ച് ഇത് ഓണം കഴിഞ്ഞിട്ട് ഇറക്കാൻ. ജോബിച്ചേട്ടൻ പറഞ്ഞു നീ മൺഡേ എന്നെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞു. നല്ല മാസ ഡയലോഗാന്ന് പറഞ്ഞു, മൺഡേ എന്നെ വിളിക്കണേന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ മൺഡേ വിളിക്കുമ്പോൾ പടം ഹിറ്റ് മീൻസ് നന്നായിട്ട് നല്ല റീച്ച്. മഞ്ഞുമലിന്റെ കാര്യത്തിലേ ഇപ്പൊ മഞ്ഞുമലിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അതിന്റെ പ്രീ റിലീസ് കണ്ടന്റുകൾ ഇപ്പം ട്രെയിലറിനേക്കാൾ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് കുതന്ത്രം സോങ്. പാട്ടല്ലാതെ സുഷിൻ കോൺട്രിബ്യൂട്ട് ചെയ്ത സീൻ മാറ്റുണ്ടായില്ല. ഈ സിനിമയുടെ കാര്യം വരുമ്പോൾ ഒരു താരരഹിത ശരിക്കും പറയാം. സൗബിനാണെങ്കിൽ അതിന്റെ തൊട്ട് മുന്നാലെ ഒരുപാട് പടങ്ങളിൽ ക്യാരക്ടർ ചെയ്ത് സ്റ്റീരിയോ ടൈപ്പ് ആയതിൽ ട്രോളുകൾ ഏറ്റുവന്ന സമയം സൗബിനെ സംബന്ധിച്ചോളം സൗബിന് നല്ല ഹേറ്റേഴ്സ് ഉണ്ടാക്കി. സൗബിൻ തന്നെ വീട്ടിലേക്ക് ആളുകൾ വന്നിട്ട് ചീത്ത വിളിക്കുന്നു സൗബിൻ നമ്മളൊരു ഇന്റർവ്യൂ പറഞ്ഞു. അങ്ങനെയുള്ളൊരു സമയത്താണ് സൗബിൻ പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതിലൊരു താരരഹിത സിനിമയാണ്, എന്നാൽ ഒരുപാട് നമ്പേഴ്സ് ഉള്ള സിനിമയാണ്. അങ്ങനെ ഇപ്പോ ഒരു ആക്ച്വൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. എനിക്ക് രണ്ട് കാര്യമായിട്ട് ചോദിക്കാവുന്നത്, ഈ മഞ്ഞുമലിന് മേലൊരു കോൺഫിഡൻസ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ ആഫ്റ്റർ മഞ്ഞുമൽ ഇമ്പാക്ട് അറിയാം, ഇപ്പോഴും ഗുണ കേവിലേക്ക് ട്രിപ്പ് പോകുന്ന രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പ് മുതൽ എല്ലാവരും ട്രിപ്പ് പോവാണ്. അത് എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ടെക്നിക്കലായിട്ടാണ്. ഈ ഗുണ കേവും വീഴ്ചയെല്ലാം നിങ്ങൾ ആക്ച്വൽ സ്ഥലത്തല്ലോ ഉള്ളത്, അത് കംപ്ലീറ്റ് സിനിമാറ്റിക് ക്രിയേഷൻ ആയിരുന്നല്ലോ. അത് ശരിക്കും അതൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ആയി മാറുന്നു. എന്താണ് ഈ രണ്ട് സംഗതി ചോദിക്കുന്നത്, ഇതിന്റെ ഒരു ക്രിയേറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചും പിന്നെ ഈ പറയുന്ന എന്തായിരുന്നു അതിന് മേലുള്ള ഒരു കോൺഫിഡൻസ്? ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രീ റിലീസ് കണ്ടന്റ് നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് ആകെ മാർക്കറ്റ് ചെയ്യാൻ 2 പാട്ടും പിന്നെ നമുക്ക് ടീസർ കൊടുക്കാൻ പറ്റില്ല, നമുക്കറിയാം. കാരണം ടീസർ കൊടുക്കാനായിട്ട് ഒന്നുമില്ല. ടീസർ കൊടുക്കുകയാണെങ്കിൽ ഒന്നും റിവീൽ ചെയ്യാണ്ട് ടീസർ കൊടുക്കുകയാണെങ്കിൽ അതൊരു ട്രാവൽ പടമായിട്ട് തോന്നും. ദർ ഇസ് ഓൺലി വൺ തിങ്, ഗോ ഫുൾ ഓൺ എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ട്രെയിലർ. ഈ മൂവായിരുന്നു നമ്മളുടെ. അത് നമ്മൾ ഫസ്റ്റ് കുതന്ത്രം, പിന്നെ ട്രാവൽ സോങ്, ദെൻ പീപ്പിൾ തോട്ട് ഇറ്റ് വാസ് എ ട്രാവൽ മൂവി, ദെൻ വി ഗേവ് ദ ട്രെയിലർ. അപ്പോൾ അതങ്ങനെയാണത്. പിന്നെ ക്യൂവിൻ്റെ ഇൻ്റർവ്യൂ പരിപാടിയൊക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക് ഹൈപ്പായി. ദെൻ പാട്ട് ഇട്ടിട്ട് നമ്മൾ കുറച്ച് പേർക്ക്, ഞാൻ അമ്പൂക്ക, സമീർക്ക, പിന്നെ ചെമ്പൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേർക്ക്
വീഡിയോയുടെ സ്ക്രീനിങ് സപ്തയിലാവും. അപ്പം അത് കണ്ട് അവരിറങ്ങി അവർ കണ്ടു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദെൻ വി വർ വെരി കോൺഫിഡൻറ്റ്. ആൻഡ് പിന്നെ ഈ കഥ ഒരു നമുക്കറിയാമായിരുന്നു ഇറ്റ് വാസ് സംതിങ് സ്പെഷ്യൽ ബിക്കോസ് ഇങ്ങനത്തെ ഒരു കഥ അങ്ങനെ എപ്പോഴും പറയുന്ന ടൈപ്പ് ഒരു കഥയല്ല. ആൻഡ് ഗുഹ അത് കാണാൻ ആൾക്കാർക്ക് താല്പര്യം. അപ്പം അങ്ങനെ എന്തായാലും ഒരു മിനിമം പരിപാടികളുണ്ട് നമുക്ക് എന്തായാലും ഉറപ്പുണ്ടാവും. സോ മഞ്ഞുമ്മൽ എനിക്ക് ഫസ്റ്റ് കമ്പയർ ടു മൈ ഫസ്റ്റ് മൂവി ജാനിമൻ മഞ്ഞുമ്മൽ കുറച്ചും കൂടി എനിക്ക് ഈസി ആയിരുന്നു. ലൈക്ക് ഐ വാസ് കുറച്ച് ഭയങ്കര വർക്ക് ലോഡ് ഉണ്ടായിരുന്നു ടു ഡെലിവർ ചെയ്യേണ്ട. കാരണം പല വേർഷൻസ്, സൗണ്ട് മാസ്റ്ററി, അങ്ങനെ കുറേ ടെക്നിക്കലി കുറേ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ട്രെസ് അല്ലാണ്ട് പടത്തിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ആൻഡ് അതിൻ്റെ കൾച്ചറൽ ഇമ്പാക്ട് ആൻഡ് ഐ ഡോണ്ട് നോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ധൂം പടം ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ ബൈക്ക് എടുത്തോട്ട് ഇടിച്ചു. അങ്ങനെ സോ ലോഡ് ഓഫ് അങ്ങനെ ആൾക്കാർ ഇറ്റ് വിൽ ബി ദേ ഫോർ സം ടൈം ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. അത് കാരണം കൊച്ചിൻ കാർണിവൽ അതിൻ്റെ ഫ്ലോട്ട് കണ്ടു. പിന്നെ പാലക്കാട് എന്തോ മറ്റു പരിപാടിക്ക് അങ്ങനെ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് എനിക്ക് ഏറ്റവും ആഹ്ലാദം തോന്നിയെന്ന് വെച്ചാൽ ഇതേ മഞ്ജുമൽ ബോയ്സ് തിരിച്ച ഗുണാക്കേവിൽ പോയി. അവർ അറസ്റ്റ് ചെയ്ത കൊണ്ടുപോയൊരു സ്ഥലത്ത് ഒരു ഫുൾ ജനങ്ങൾ അവരെ സൂപ്പർ സ്റ്റാർ റെഡ് കാർപ്പറ്റ് എൻട്രി പോലെ ഗുണാക്കേവിലേക്ക് പോകുന്നത് ഭയങ്കര തിരക്കുണ്ട്. അതൊരു ഏതൊരു ബിഹൈൻഡ് വുഡ്സും അങ്ങനെ ആരോ ഇവരെ കൊണ്ടുപോയി ഫുൾ ആൾക്കാർ അവരവിടെ VIP എല്ലാരും അപ്പൊ ഫുൾ ആൾക്കാർ. അപ്പൊ അതേ സ്ഥലത്ത് 15 years ഒക്കെ ദേവർ കൺസിഡേഴ്സ് ലൈക്ക് എന്താ പറയാ ക്രിമിനൽസ് പോലെ. അങ്ങനെ അത്രയും ഡാർക്ക് കിട്ടിയ സ്ഥലത്ത് അവർക്ക് തിരിച്ച് ഹീറോസ് ആയിട്ട് ഒരു കംബാക്ക് ദാറ്റ് റിയലി മേഡ് മീ ഹാപ്പി. അതാണ് എൻ്റെ ഒരു കൾച്ചറൽ ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. ഈ 2024 മികച്ച സിനിമകൾ ഒരുക്കിയവർക്കൊപ്പം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലെല്ലാം അതിഗംഭീരമായ ഒരു പെർഫോമൻസ് നമുക്ക് എല്ലാ കാലത്തേക്കും ഓർത്ത് വെക്കാവുന്ന പെർഫോമൻസ് കൂടി ഉണ്ടല്ലോ. അപ്പം ഭ്രമയുഗത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മമ്മൂക്കയുടെ മൊമെൻസും സംഗതിയൊക്കെ ഉണ്ടാവും. ഒരുപാട് പേര് എടുത്തു പറയുന്ന അതിൻ്റെ ആ ഡബിൾ സംഗതി കംപ്ലീറ്റ് എക്സ്പോസ്ഡ് ആവുന്ന മൊമെൻ്റ് ഒക്കെ ഉണ്ട്. രാഹുലിനെ സംബന്ധിച്ചോളം ഷൂട്ട് ചെയ്തപ്പോഴും തിയേറ്റർ കണ്ടപ്പോഴും ഉള്ള ഏറ്റവും ഹൈ മൊമെൻ്റ് ആയിട്ടുള്ളൊരു സീൻ എടുത്ത് പറയുകയാണ് എന്തായിരിക്കും? ഇൻട്രോ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ നേരം സസ്റ്റെയിൻ ചെയ്ത് പുള്ളിയുടെ കൈയും കാലിന്റെ ഷോട്ട്സ് കൊറിയോഗ്രാഫ്ഡ് ആയിട്ട്. പിന്നെ അതുമാതിരി ആദ്യം കുറച്ച് ഡയലോഗ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ പെർമിഷൻ കൊടുക്കുമല്ലോ, നേരെ നോക്കാമെന്ന് പറഞ്ഞാൽ പെർമിഷൻ കൊടുക്കുമ്പോഴാണ്. അപ്പം എനിക്കറിയാം ആ മൊമെന്റിൽ ആൾക്കാർ ഓഡിയൻസ് ഒരു റിയാക്ഷൻ, ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഐ മീൻ വർക്കിംഗ് വിത്ത് മമ്മൂക്ക എവറി ഡേ എല്ലാ ഷോട്ടും എക്സൈറ്റിംഗ് ആയിരിക്കും. ബിക്കോസ് ദാറ്റ്സ് എ ഗ്രേറ്റ്നെസ് ഓഫ് സച്ച്. അങ്ങനത്തെ ഒരു ആക്ടറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ക്ലോസപ്സ് ഓഫ് മമ്മൂക്ക. ചിലപ്പോൾ ലൈക്ക് ഈ ചാത്തനാണ്, പക്ഷേ ഒരു പുള്ളിയുടെ എക്സ്പ്രഷനിൽ തന്നെ ഒരു ക്ലോസപ്പിൽ തന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ എന്താണ് ആ ക്യാരക്ടർ തിങ്ക് ചെയ്യുന്നതെന്നുള്ളത് ആ ക്ലോസപ്പ് ഷോട്ടിൽ തന്നെ കിട്ടും. ആൻഡ് ദെൻ നമ്മൾ ജസ്റ്റ് ട്വീക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആസ് എ ലൈക്ക് ഓർക്കസ്ട്ര കണ്ടക്ടർ ഈ ഏരിയ കുറച്ച് കമ്മി, ഈ ഏരിയ കുറച്ച് ജാസ്തി ലൗഡ് ഓർ ഫാസ്റ്റ്, അങ്ങനെ ട്വീക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഏബിൾ ടു ഡെലിവർ ദാറ്റ്. സോ അതാണല്ലോ ആസ് എ ഫിലിം മേക്കർ നമുക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ. യു എക്സ്പെക്ട് സംതിങ് ആൻഡ് ദെൻ നമ്മൾ പ്രതീക്ഷയെക്കാട്ടിലും മേലെ കിട്ടുമ്പോൾ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ആനന്ദിൻ്റെ അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായ ഒരു ഷോട്ടും അല്ലെങ്കിൽ പിന്നീട് സിനിമയിലും ആട്ടത്തിൽ അങ്ങനെ ഒരെണ്ണം പിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട്. ഈ ആട്ടത്തിന് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ ഒരു സീനിലെ അഭിനയം മോശമായാലും, കാരണം ചേംബർ ഡ്രാമ ആയതുകൊണ്ടും നമ്മൾ വേറെ സ്കോറോ നമുക്ക് ആളുകളുടെ ശ്രദ്ധേനെ മാസ്ക് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. അപ്പം ഈ അഭിനയം ഓരോരുത്തരുടെയും എല്ലാ സീനിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ അതിൽ നിന്ന് പുറത്തോട്ട് പോകും. അല്ലെങ്കിൽ ഒരു മോശം അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയുടെ പുറത്തോട്ട് പോകും, പിന്നെ തിരിച്ച് കയറലൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എല്ലാ ആക്ടേഴ്സിനെയും വെച്ച് ഒരു 35 ദിവസത്തോളം ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തിരുന്നു ഓൾമോസ്റ്റ് എല്ലാ സീൻസും. അങ്ങനെയാണ് സിനിമയിലോട്ട് കയറുന്നത്. അപ്പം ഓരോ ആക്ടറിലും എനിക്ക് ഒരു ഭയങ്കര ഹൈ ഉണ്ടായ മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം എല്ലാവരും, അതായത് ഈ 13 പേരല്ലാതെ ചെറിയ വേഷം ചെയ്തവരുടെ പോലും അഭിനയം സൂക്ഷ്മമായും നല്ലതാവണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരെണ്ണം പിക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെറിൻ്റെയും വിനയുടെയും കോമ്പിനേഷൻ സീൻസ് ബാക്കിയെല്ലാം ഗംഭീരമാകുമ്പോഴും അവരുടെ ആ ബസ് സ്റ്റോപ്പിലെ സീക്വൻസ് ആണ് എനിക്ക് പിക്ക് ചെയ്യാനായിട്ട്. കാരണം അത് വിനയുടെ റോളായിരുന്നു എഴുതാൻ ഏറ്റവും ഡിഫിക്കൾട്ട്. അപ്പോൾ അത് വിനയ് ഡെലിവർ ചെയ്തൊരു മീറ്ററുണ്ട്, ഡെലിവർ ചെയ്തൊരു രീതിയുണ്ട്.
അത് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. അതുപോലെ സെറിൻ ത്രൂ ഔട്ട്, സെറിൻ ആ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള സെറിൻ്റെ ഒരു ആക്ടിങ് പ്രോസസ്സും വേറെയാണ്. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ലൈൻസ് ഒരു 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 ബ്ലാൻഡായിട്ടൊരു പ്ലെയിൻ രീതിയിൽ പഠിച്ചിട്ട് ആ മൊമെൻറ്റിൽ ഡെലിവർ ചെയ്യുന്ന ഒരു രീതിയാണ്. ഷീസ് എ ഫാന്റാസ്റ്റിക് ആക്ട്രസ്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പ് സീക്വൻസ് ആണ് ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഒരു ഹൈ തന്നിരിക്കുന്ന ഒരു മൊമെൻറ്റ്. അതാണ് ആട്ടത്തിൽ. വിപിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് നമുക്കൊരു സീരിയസ് സിനിമ ഒരു കാര്യം കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹൈ പോയിന്റ് ആയി തോന്നുന്ന സെയിം സാധനമാണോ തിയേറ്ററിൽ ഇമ്പാക്റ്റിലും അതൊന്നു തന്നെയാണോ? അത് ഞാൻ പറയാം. നമ്മളൊരു സീരിയസ് സിനിമ എടുക്കുമ്പോൾ നമ്മൾ എഴുതി വെച്ച സാധനം നമുക്കത് റീക്രിയേറ്റ് ചെയ്ത് അത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കി മാത്രം പോയത്. പക്ഷേ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു കോമഡി, പ്രത്യേകിച്ച് ലോജിക്കില്ലാ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ എഴുതി വെച്ചായിരിക്കില്ല അത് പെർഫോം ചെയ്ത് വരുന്നത്. അപ്പം എല്ലാ സീനും വർക്കാവണം. നമ്മളെ മറ്റേനേക്കാൾ നമ്മൾ കണക്ട് ചെയ്താൽ മതി. ആ സീന് നോർമലായി പോയാലും കുഴപ്പമില്ല. ഇതിൽ പക്ഷേ അത് പാളി ആ സീന് ഡിലീറ്റ് ആയി പോകും, ഇല്ലെങ്കിൽ ആ സിനിമ കൂവും. അപ്പം നമുക്കത് ഓരോ സീനിനും എടുക്കേണ്ട എഫേർട്ട് ഭയങ്കരമാണ്. അപ്പം ആ എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ ആക്ടേഴ്സ് അതിനനുസരിച്ച് പെർഫോം ചെയ്യണമെന്നില്ല എല്ലാവരും. പക്ഷെ നമ്മൾ ചിലർ മേളിൽ പോകും, ചിലർ താഴെ വരും. പക്ഷേ എനിക്ക് അങ്ങനെ വന്നതിൽ ജോമോൻ എനിക്ക് ഭയങ്കരമായിട്ട് കാര്യം. ജോമോൻ എനിക്ക് പണ്ടേ അറിയാം, ഒരു 6-7 വർഷം മുമ്പ് തന്നെ എനിക്ക് ജോമോനെ അറിയാം. പല സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോമോൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ ജോമോൻ ഭയങ്കര ഇൻട്രോവേർട്ടും ഷൈ ആയിട്ടൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ സ്ക്രീനിലതില്ല. ഈ പഴയ നടന്മാരുടെ ഒരു സാന്നിധ്യം നമുക്കില്ലല്ലോ. ഇപ്പം ഈ ലോജിക്കില്ലാത്തൊരു സ്ലാപ് സ്റ്റിക് മണ്ടൻ പടം എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് മിനിമം ജഗതി, പപ്പു, ഒടുവിൽ ഇതുപോലത്തെ ഒരു ആൾക്കാരാണ്. ഇവിടെ നമുക്ക് ഒരാളും ഇല്ല, ഒരു മനുഷ്യനില്ല. അപ്പം പിന്നുള്ള ഹരിശ്രീ അശോകം പോലെ അവരും കുറച്ചൊക്കെ ഒരു വേറൊരു സോണിലോട്ടൊക്കെ പോയി. സുരാജ് പോയി, സലിംകുമാർ പോയി. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ന്യൂ ജനിൽ ആരുമില്ല. അപ്പോൾ അവിടെയാണ് ജോമോനെ പോലെ ഒരാൾ വരുന്നത്. അപ്പം ജോമോൻ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ പറയും, ക്യാമറ ഓൺ ആക്കുന്നവരെ ജോമോൻ പേടിച്ച ചേട്ടാ ഞാൻ ചെയ്ത് ശരിയാവോ എന്നൊക്കെയാണ് ചോദിക്കുന്നവൻ. പൃഥ്വിരാജ് വന്നിരിക്കുമ്പം ഞാൻ ഇങ്ങനെ ക്യാമറ ക്ലോസ് വെച്ചിട്ട് ഞാൻ ജോമോനെ വിളിച്ചിട്ട് പതുക്കെ പോയി പറയാൻ പറഞ്ഞു. അച്ഛനടുത്ത് പോയി പറഞ്ഞു, മീശ ഇറക്കുന്നുണ്ട്. ഭയങ്കര പേടിയാണ് അവർ. രാജുവിനെ കാണുമ്പോൾ തന്നെ മീശ ഇങ്ങനെ ഇറക്കുകയാണ്, വലിയ മീശയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതിൽ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, അവന് ആ കോസ്റ്റ്യൂം കൊടുത്ത് കയറ്റി വിട്ടിട്ട് അഭിനയിപ്പിക്കുന്ന പരിപാടികളൊക്കെയാണ്. അപ്പം അയാൾ ആ സമയത്തിടുന്ന ഓരോ എക്സ്പ്രഷൻസ്, ഡയലോഗ്സ്, അയാളുടെ കൈകളുടെ മൂവ്മെൻ്റൊക്കെ ഭയങ്കരമായിട്ട് ശരി. ഇപ്പോൾ രാജു ജോമോനെ കണ്ടിട്ടില്ല, ജഗദീഷേണ് നേരെ വലിയ പരിചയമില്ല. അപ്പം ഇവരാരും കാണും. പക്ഷെ രാജു ഷോർട്ട് കഴിഞ്ഞിട്ട് ഇതാരായി പയ്യൻ, മുഖം മനസ്സിലാവുന്നില്ല, മീശ. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളാണ്, ആ മീശ മാറ്റിയിട്ട് എനിക്കൊന്ന് കാണണമെന്നൊക്കെ പുള്ളി വിചാരിച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞു, നീ ടെൻഷനാണ്, ചെയ്തു വെച്ചാൽ നീ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാൻ കൂടെ പിടിച്ചോളാം നിന്ന് തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പെർഫോം ചെയ്യണം. അപ്പോൾ ആ പെർഫോമൻസ് കഴിഞ്ഞാൽ പുള്ളി വീണ്ടും ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടുന്ന വളരെ റെയറാണ് മലയാള സിനിമയിൽ. എന്തും ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അപ്പം ചിലപ്പോൾ അത് ഓവർഡു ആയി പോകാൻ ഭാവിയിൽ, ചിലപ്പോൾ അയാൾ അതേ വീട്ടിലോട്ട്, ചിലപ്പോൾ അത് ഭയങ്കര നന്നാവും. അത് അയാളുടെ ഹാർഡ് വർക്കും അയാളുടെ ഒരു ട്രാക്ക് പോലെ ഇരിക്കും. പക്ഷെ എന്നാലും പെർഫോമർ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഈ പറഞ്ഞ ബ്രഹ്മത്തിലും മമ്മൂക്കൊക്കെ ചെയ്യുന്നത്, നമ്മൾ ഇവരൊക്കെ സീസൺഡ് ആക്ടേഴ്സാണ്, ഇവർ കുറേ കണ്ടവരാണ്. പക്ഷേ ഇയാളൊക്കെ തന്നെ ഒരു 2-3 പടമായിട്ടില്ല, ഇയാൾക്ക് ഫ്രെയിമിൽ കൊണ്ട് വെച്ച് ഇയാൾക്ക് ഇത്രയും വലിയ ജഗദീഷേട്ടനെ പോലൊരു ആർട്ടിസ്റ്റ്, രാജു. ജഗദീഷേട്ടൻ പറയുന്നുണ്ട് ഈ സീന് ഭയങ്കര മോശമായിരിക്കും, ഇതൊക്കെ പഴയ സിനിമയിലുള്ളതാണ്, ഇത് ഉപയോഗിക്കരുത്, ഡിലീറ്റ് ചെയ്യും, നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ജഗദീഷേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജഗദീഷേട്ടൻ ആ സീനിൽ വെച്ചത് തന്നെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പക്ഷേ ജഗദീഷേട്ടൻ നെഗറ്റീവ് പറയണം പേടിച്ചിട്ട്. അപ്പം അവിടെ ഇവൻ്റെ പെർഫോമൻസിൽ ആ സീന് പൊങ്ങാണ്. ഷൂട്ട് കഴിഞ്ഞിട്ടും എല്ലാവരുടെ ക്വസ്റ്റിനും ആ സീനിനെ കുറിച്ചാണ്. അത് വർക്കായിട്ടുണ്ടോ? ഇപ്പോൾ രാജു പറഞ്ഞ് ആ സീൻ വർക്കായില്ലേ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തോട്ടോ ഇവനെ, നമ്മളത് വർക്കായിട്ടുണ്ട്. അപ്പം എല്ലാവരും അതിൽ ടെൻഷൻ. അപ്പം അത് തിയേറ്ററിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വന്നപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നി. കാര്യം എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ഈ വർഷമല്ല, എല്ലാ വർഷവും എല്ലാ ആക്ടേഴ്സും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ കത്തി നിൽക്കുന്നൊരു നമ്മുടെ കൈ കിട്ടുന്നതായിട്ട് കാണുന്നത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ അതിൽ ജോമോൻ നായകനായിട്ട് അതെ 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 ഇതിലും അല്ലെ വ്യസന സമയത്തിൽ ഒരു മെയിൻ ക്യാരക്ടർ. അതിൽ നായകല്ല, അതെല്ലാം ഈ പറഞ്ഞ നായകന്മാരൊന്നുമില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന ആരെ പടത്തിലും എനിക്ക് നായകനൊന്നും തോന്നുന്നില്ല. എല്ലാവരും നായക സിനിമകളുടെ ഈ ഇരിക്കുന്ന. അപ്പം ജോമോൻ ഒരു നല്ല പെർഫോമറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വർഷം. ഞാൻ കണ്ടതിൽ എൻ്റെ അടുത്ത് ക്രിസ്റ്റോയുടെ ഇതിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഉർവശിയുടെ ക്യാരക്ടർ, അവരുടെ ഒരു പാസ്റ്റും ഈ കുടുംബത്തിൻ്റെ ശിഥിലതയൊക്കെ പറയുന്ന സീനുണ്ട്, ഈ കോൺഫ്ലിക്റ്റ് സീക്വൻസ് ഉണ്ട്, അങ്ങനെ ഭയങ്കര ഹൈ മൊമെന്റ്സ് ഒരുപാടുണ്ട്. ക്രിസ്റ്റോയെ സംബന്ധിച്ചിടത്തോളം ഷൂട്ട് ചെയ്ത ഒരു
പ്രധാനപ്പെട്ട സീൻ തന്നെയാണോ ഈ പറയുന്ന പിന്നീട് ഡിസ്കസ് ചെയ്യപ്പെട്ടപ്പോഴും അല്ലെങ്കിൽ പിന്നീടുള്ള റീവാച്ചിലൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് എന്താണ് ഒരു ഷൂട്ട് ചെയ്തതിൽ ബെസ്റ്റ് എന്ന് തോന്നിയത്? എനിക്കൊന്ന് ഷൂട്ട് ചെയ്യുമ്പം ഒരുപാട് സീൻസ് ഉണ്ട്. ഞാൻ ആസ് എൻ ഓഡിയൻസ് സിനിമ കണ്ടിരുന്ന സമയത്തും എനിക്ക് ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് തരുന്നൊരു ഹൈ ഭയങ്കരമായിരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ 1 മുതൽ 0 വരെയൊക്കെ എൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് മാത്രം ഞാൻ ഒരു അരമണിക്കൂറുള്ള ക്ലൈമാക്സ് സീക്വൻസ് മാത്രം ഞാൻ വീണ്ടും വീണ്ടും ഒക്കെ എടുത്ത് കാണുമായിരുന്നു. അപ്പം അങ്ങനത്തെ പെർഫോമൻസ് ഓറിയൻറ്റഡ് സീക്വൻസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഈ എഴുതുന്ന സമയത്തും സ്ക്രിപ്റ്റും ഒരു ഉർവശിയും പാർവതിയും പോലെ ആക്ടേഴ്സ് വന്നാലേ ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ചില സീൻസൊക്കെ ഇപ്പം ഈ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ചേച്ചി പഴയ പാസ്റ്റ് പറയുന്നൊരു സീൻ ഞങ്ങൾ ഷൂട്ടിങ്ങിന് മുമ്പ് ചേച്ചിയുമായിട്ട് ഇരിക്കും. അപ്പം അതിനകത്ത് കുറച്ച് ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. പിന്നെ ഞങ്ങൾ ആ ഷൂട്ടിംഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചേച്ചി ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ ചുണ്ടുകൾ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. സാധാരണ ചേച്ചി ഒരു സീൻ തൊട്ട് മുമ്പ് വരെ കളിയും ചിരിയും തമാശയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പം അവിടെ മൊത്തം വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ലൈറ്റ് എല്ലാം സെറ്റായി ചേച്ചി അവിടെ നിന്ന് ഇരുന്നു, ഫോക്കസൊക്കെ എടുക്കുവാണ്. അപ്പോഴും ചേച്ചി കണ്ണടച്ചിട്ട് ഈ പറഞ്ഞ പോലെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഉള്ളൊരു ഷോട്ടാണ്. ആക്ഷൻ എന്ന് പറഞ്ഞതും ഫസ്റ്റ് ടേക്ക് ചേച്ചി പെർഫോം ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് വേറെ ആംഗിൾസൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അവിടെ നിന്ന് കൗണ്ടർ അടിക്കാൻ പറഞ്ഞിട്ട് റിയാക്ഷനാണ്. ഈ ചേച്ചി ഇത് പെർഫോം ചെയ്ത് കണ്ടപ്പോൾ പിന്നെ അടുത്ത ഷോട്ടിന് ഒരു ടേക്ക് ചോദിക്കാൻ പോലും, ഒരു വേറെ ആംഗിൾ ഷോട്ട് ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ തോന്നി. ഞങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഷോട്ട് ശരിക്കും ഒരു സിംഗിൾ ഷോട്ടിൽ സിനിമയിലെത്തുന്നത്. ശരിക്കും പ്ലാൻ ചെയ്ത് കുറച്ച് ഷോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീൻ ഭയങ്കരമായിട്ട് ഹൈ തന്നൊരു സീനാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ പാർവതിയും ഉർവശിയും കൂടെ കൈ പിടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഒരു പ്രാർത്ഥന ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നു. ഇവർ കസേരയിൽ നിന്നിട്ട് ചേച്ചി പാർവതിയുടെ കൈ പിടിക്കുന്നുണ്ട്. വേറെ ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പം ഈ സ്ക്രിപ്റ്റിൽ എഴുതുമ്പം നമ്മൾ അതിന് വിചാരിക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഇവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ അത് എത്രയോ ഹൈറ്റൻഡായി പോകുന്നു. അപ്പം നമ്മളും ഒരു ഓഡിയൻസ് ആയിട്ടിരുന്ന് അത് ആ സമയത്ത് എൻജോയ് ചെയ്യുകയാണ്. അപ്പം അത് ഭയങ്കര ഒരു ഹൈ തന്നൊരു മൂമെൻ്റാണ്. അതുപോലെ തന്നെ പാർവതി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നൊരു സീക്വൻസ്. പിന്നെ പക്ഷെ ഞാൻ സിനിമ കണ്ടപ്പം ഞാൻ മിക്സിങ്ങിന് ആണ് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് സിനിമ കാണാൻ പോയത്. അപ്പം അന്ന് സിനിമ ഫ്രഷായിട്ട് കണ്ടപ്പം എനിക്ക് തോന്നിയത് ചേച്ചിയും പാർവതിയും കൂടെ തോമസ് കുട്ടിയുടെ ബോഡിക്ക് മുമ്പിലിരുന്ന് സംസാരിക്കുന്ന ഒരു സീക്വൻസ് എനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തോന്നി. അത് കണ്ടപ്പം ഞാൻ ജെഡിയോടും സൗണ്ട് ഡിസൈനർ ജെഡിയോടും എന്നോടും പറഞ്ഞു ഈ സീൻ കൊള്ളാമല്ലേ. അപ്പോൾ അവർ പറഞ്ഞു എഴുതിയ ആളുടെ എടുക്കാണ്. തോമസ് കുട്ടിയായിട്ട് അഭിനയിച്ച ആളും മരിക്കുന്ന സീക്വൻസ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തൊരു. അപ്പം എനിക്കൊന്നും ഒരു സീക്വൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ, കാരണം ആസ് എ റൈറ്ററും ആ സീക്വൻസ് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ആ സീക്വൻസ് ആയിരുന്നു അഞ്ജുവിൻ്റെ ക്യാരക്ടറും ലീലാമ്മയുടെ ക്യാരക്ടറും തോമസ് കുട്ടിയുടെ ബോഡിയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന സീക്വൻസ് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതാണ് സിനിമയുടെ ഒരു എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ റൈറ്ററും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സീനാണ്. വീണ്ടും സിനിമ കാണുമ്പോഴും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്നൊരു സീൻ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് പിക്ക് ചെയ്യും. ഒരു ഹൈ എന്നെ കൊണ്ട് പടം നിർത്തി ആൾക്കാർ ആ പാൽപിറ്റേഷൻ ആയിരിക്കും ഇറങ്ങുന്നത്. സോ അതിനോട്ടുള്ള ഗ്രാഫിലൊന്നും ആൾക്കാരൊന്ന് താഴ്ത്തി പതുക്കെ സോ അങ്ങനെ ഒരു ഉദ്ദേശം ഒരു ഡ്രാമ എക്സ്റ്റെൻഡഡ് ആയിട്ട് വന്നു. മോന്റെ കരുതൽ ഏൽപ്പിക്കുന്നത് ശരിക്കും ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇതേപോലെ കരഞ്ഞുകൊണ്ട് വന്ന് ഇത് പള്ളിയിൽ ഇവർ അറിഞ്ഞ് ഓടി വന്ന് കുട്ടനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. കാണിച്ചു വന്നപ്പോ ഭയങ്കര കുറഞ്ഞു പോയത് എനിക്ക് റിയാലിറ്റിയിൽ ഇതിനെക്കാളും ഡ്രമാറ്റിക് ആയിരിക്കണം വാസി. നമ്മൾ ആദ്യം ഫിലിം സ്റ്റോക്കിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കൊഡാക്കിലേക്ക് ഞങ്ങൾ എഴുതി. പിന്നെ പക്ഷെ പ്രോസസ്സിംഗ് ലാബ്സ് ഇല്ല. ബോംബെയിൽ മാത്രം ഒരെണ്ണം പറ്റുള്ളൂ. അങ്ങനെ കുറെ പ്രൊഡക്ഷൻ ഹൗസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലെറ്റ്സ് ഷൂട്ട് ഇൻ ഫിലിം സ്റ്റോക്ക്, ലെറ്റ്സ് ഗെറ്റ് അങ്ങനത്തെ വിന്റേജ് ലെൻസസ് കൊണ്ടുവന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതിന്റെ വേർഷൻ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യുന്ന റോ അല്ല, നമ്മൾ അതിലേക്ക് ഇത് ലട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്തത്. കളർ ഫോർമാറ്റ് ഞാൻ കണ്ടിട്ടില്ല.